from Hebrews chapter 11, and I will be talking about the mighty man of faith, which we could see in Hebrews chapter 11, where we can see a list of people. I will be just concentrating on their weaknesses and their strengths and the lessons which we can learn from them. അതാണ് നമ്മളെ സഹായിക്കുന്നത്. എബ്രായർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക കാണുക. നമ്മൾ ഈ വേദപുസ്തകത്തിൽ ഞാൻ ഈ ഭാഗത്ത് എൻ്റെ ദൈവം വളരെ ചിന്തിപ്പിച്ചിരുന്ന ഒരു ചിന്തയാണ്. ഓരോ പ്രാവശ്യവും ചിന്തിക്കുന്നതോറും പുതിയ പുതിയ ആശയങ്ങളും അതിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം എന്നോട് വളരെ ഇടപെടുന്ന ഒരു അധ്യായമാണ് ഈ എബ്രായർ ലേഖനം 11-ാം അധ്യായം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വളരെ സാധാരണക്കാരായ വ്യക്തികളുടെ ചരിത്രമാണ് വേദപുസ്തകം. ബൈബിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ദ ഓർഡിനറി പീപ്പിൾ, ബട്ട് ദേ വർ യൂസ്ഡ് ബൈ ദ എക്സ്ട്രാഓർഡിനറി ഗോഡ് ഇൻ ആൻ എക്സ്ട്രാഓർഡിനറി വേ. അതാണ് ഈ വേദപുസ്തകത്തിന്റെ പ്രത്യേകത. വേദപുസ്തകത്തിലെ പ്രത്യേകത ഇതെല്ലാം വെറും മനുഷ്യരാണ് ദൈവം അവരെ എന്ത് ചെയ്തത് ഉപയോഗിച്ചു. അവർക്ക് സ്ട്രെങ്സ് ഉണ്ട്, അവർക്ക് വീക്ക്നെസ് ഉണ്ട്. നമ്മളെപ്പോഴും മനുഷ്യന്റെ എന്തേ കാണത്തുള്ളൂ, വീക്ക്നെസ് ആണ്. പക്ഷെ ദൈവം എപ്പോഴും നമ്മളെ എന്താ കാണുന്നത്, സ്ട്രെങ്ത് ആണ് അല്ലേ. അപ്പൊ ആ ദൈവം അവരെ കണ്ട വഴികളെ നമുക്ക് നോക്കാം. ഈ വിശ്വാസവീരന്മാരുടെ ഒരു പട്ടിക നമ്മൾ കാണാം. അതുകൊണ്ടാണ് എബ്രായർ ലേഖനം 12-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം കാണുക, നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെ നമ്മൾ കാണുക. പക്ഷെ ആ ലിസ്റ്റ് തുടങ്ങുന്നത് എവിടെ നിന്നാണോ? ആദത്തിൽ നിന്നാണോ? അല്ല. ആദത്തിൽ നിന്നാണോ? അല്ല. 11-ാം അധ്യായം തുറന്നു വെക്കുക, ആദത്തിൽ നിന്നല്ല. ഞാനൊരു വാക്യം ഒറ്റ വാക്യം മാത്രം ഒന്ന് വായിച്ചോട്ടെ. ഏതാണ് വാക്യം? അതിന്റെ 16-ാമത്തെ വാക്യം, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നു. ഇനിയും 21-ാം വാക്യം, വിശ്വാസത്തെ യാക്കോബ് മരണകാലത്തേക്ക് യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാടിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്യും. എല്ലാവരും വാക്യം എന്ന് പറഞ്ഞാൽ വടിയുടെ അറ്റത്ത് ചാടിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്യും. ആ ഭാഗത്തൊക്കെ നിന്നുകൊണ്ട് ഇന്ന് പകല് നമുക്ക് ദൈവസന്നിധിയില് ചിന്തയ്ക്കായിട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ ചരിത്രം തുടങ്ങുന്നത് ആരും നല്ല ആദമിൽ നിന്നല്ല. അതാണ് ഒരു ദൗർഭാഗ്യവശാൽ ആദം എന്ന് പറയുന്ന വ്യക്തി വിശ്വാസവീരുടെ പട്ടികയിലുണ്ടോ? ഇല്ല. പിന്നെ ആരില്ല കാണുന്നേ? ഹാബില്ല. പക്ഷെ ആരില്ല? കായനില്ല. കായനുണ്ടോ? ഇല്ല. കായനും ആരും കൂടെ പ്രശ്നം ഉണ്ടായി, ആബേലും കൂടെ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താണ്? യാഗം. യാഗത്തിൽ എന്താ ഉണ്ടായി? അത്രേ ഉള്ളൂ. സത്യത്തിന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഒരുമപ്പെടേണ്ട ഒരു സ്ഥലം ഇവിടെ ആരാധനയാണ്. അപ്പൊ ഈ ആരാധനയുടെ പേരിലാണ് എന്താ ഉണ്ടായത്? ആദ്യത്തെ കൊലപാതകം ഉണ്ടായത് എന്തിനു പേരില്ല? ആരാധന പേരില്ല. അവന്റെ യാഗത്തിൽ ദൈവം എന്ത് ചെയ്തു? പ്രസാദിച്ചു. ഇവന്റെ യാഗത്തിൽ എന്ത് ചെയ്തില്ല? പ്രസാദിച്ചു. മിക്ക കൊലപാതകങ്ങളും എന്തിന്റെ പേരിലാണ് അറിയിക്കുന്നത്? ആരാധന. അങ്ങനെ ആരാധനയുടെ പേരില് ഒരു അസൂയുണ്ട്. ആ അസൂയയുടെ പേരിൽ ചേട്ടൻ ആരെയും കൊന്നു, അനിയന്നു. കൊല്ലപ്പെട്ടവന്റെ പേരെവിടെ? വിശ്വാസവീരന്മാരുടെ കുട്ടികൾ. ആ പേരിൽ വിശ്വാസത്താൽ കയ്യിൽ ചെയ്ത് ഉത്തമമായ. പിന്നെ നമ്മള് കാണുന്നത് അടുത്ത പട്ടികയുടെ പേരാണ് ഹാനോക്ക്. ഹാനോക്കിന്റെ പേര്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ സ്ഥലമായി ജീവിച്ചിരുന്ന ആരാ? മെഥൂശലഹ് അല്ലേ? ഇതൊക്കെ അറിയാൻ നമ്മൾ പറഞ്ഞ് ചിന്തിച്ച് പോവാണേ. എന്റെ അറിയോ ചിന്ത നിങ്ങളെ തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന ചിന്തയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു പോകുന്നത്. അറിയാമല്ലേ? ഒരു തരം ഉറപ്പാണോ? 3 തരം ആണല്ലോ. സ്വർഗത്തിൽ ഒരു നിമിഷം 969 വർഷം ജീവിച്ചു. ജീവിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന അന്ന് ഹാനോക്ക് എത്ര നാളെ ജീവിച്ചുള്ളൂ? 365. അപ്പൊ അന്ന് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, ഈ ഒരു മനുഷ്യന് വേദപുസ്തക ചരിത്രത്തിൽ 1000 വർഷം വരെ എന്ത് ചെയ്യത്തില്ല, ജീവിക്കില്ല. അതിന്റെ കാരണം എന്തായിരിക്കും? വ്യത്യസ്തമൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദൈവം ആദത്തോട് പറയുന്നത് തിന്നുന്ന നാളെ നീ എന്ത് ചെയ്യുന്നു? മരിച്ചു. ദൈവത്തിന്റെ 1000 സംവത്സരം ഒരു ദിവസം പോലെ. പക്ഷെ അപ്പൊ നമുക്ക് അവിടെ ഒരു ആൻസർ കിട്ടുന്നുണ്ട്. അതിന് ദൈവത്തിന്റെ ഒരു നാളിൽ ഒരു മനുഷ്യനും എന്ത് ചെയ്തിട്ടില്ല. 1000 വർഷത്തിൽ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മൾ മാക്സിമം വലിച്ചു നീട്ടി എത്ര വർഷം പോകും? 100. ആഗ്രഹമാക്കാൻ 100 പോകുന്നില്ല. അങ്ങനെയാണ് സെന്തുരി അടിക്കുന്നത്. എന്താ വായിക്കും? പൊന്നാട അടിക്കും. അപ്പൊ എന്താ അടിച്ചു?
സെഞ്ചുറി അടിച്ച് നമുക്ക് എന്താ വിടും? നാട്ടുകാരുടെ കൂടി പൊന്നാടയിൽ 100 വർഷം ജീവിച്ചു. 100 പൂർണ്ണചന്ദ്രനെ കണ്ടു. ഈ 100 പൂർണ്ണചന്ദ്രനെ കണ്ടെന്ന് പറയുന്നത് 100 വർഷമൊന്നുമല്ല, ആണോ? അല്ല, ഈ കർണാടക 100 പൂർണ്ണചന്ദ്രനെ കണ്ടെന്ന്, പൂർണ്ണചന്ദ്രനെ കണ്ടെന്നൊന്നും ഈ സെഞ്ചുറി അടിക്കും 100 വർഷം. അപ്പൊ ഒരു മനുഷ്യൻ, അപ്പൊ 80 വയസ്സ് വരെയൊക്കെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ഒരു നാളിന്റെ ഒരു 10 പോലും ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല, ജീവിക്കുന്നു. മനുഷ്യന്റെ ആയുസാണ് 969 ഒക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറഞ്ഞ് ഇങ്ങനെ പോരുക. ഈ ഒരു പദമുണ്ട്, സിൻ ഷാൽ സൂഖി. പാപം എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചുരുക്കും. ആയുസ് വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചുരുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പാപം മൂലം മനുഷ്യന്റെ എന്ത് കുറയുക? ആയുസ് ഇങ്ങനെ കുറയുക, അല്ലെ? ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അന്ന് ഈ 369 വർഷം ഈ മനുഷ്യൻ ജീവിച്ചെന്ന് പറയും. ഈ മനുഷ്യൻ ജീവിച്ചെന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് 969 ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഒരു 3 സമയമേ ആര് ജീവിച്ചുള്ളൂ? ആനൊക്കെ ജീവിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു 30കളിൽ ആരും മരിച്ചുപോയി. ആനൊക്കെ മരിച്ചുപോയി. 30കളിലൊക്കെ മരിക്കുന്ന ഭാഗ്യമാണോ നിർഭാഗ്യമാണ്? 30കളിൽ നല്ല 30 വയസ്സിൽ നമ്മളതിനെ എന്താ വിളിക്കും? അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തിന് ആദരാജ്ഞലികൾ. 30കളിലൊക്കെ മരിക്കാതെ പറയുമ്പോൾ നമ്മൾ ഭാഗ്യവാനാണോ? ഇല്ല, വലുതും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 30കളിൽ ആര് മരിച്ചുപോയി? ആനൊക്കെ മരിച്ചുപോയി. പക്ഷെ അവന്റെ പേര് എവിടെ ഉണ്ട്? ഈ ചോദ്യം എനിക്ക് എന്തുകൊണ്ട് ആനൊക്കെ ഇഷ്ടപ്പെട്ട ആനൊക്കെ ബാക്കിയുള്ള എത്ര നാൾ ജീവിച്ചു? അവന്റെ ചരിത്രം മെതിച്ചേരക എത്ര വർഷം വരെ? 969. എന്നിട്ട് അതിനെപ്പുറത്ത് ചോദിച്ചേക്കാം, പുത്രന്മാരെ പുത്രിമാരെ ഇതിലൂടെയാണ് ജീവിതം. അല്ല, എനിക്ക് വേണ്ടി ചോദിക്കാം, ഇതാണോ ജീവിതം? 900 വർഷം ജീവിച്ചു. മൊത്തം ചരിത്രം എടുത്താൽ കുറെ പുത്രന്മാരെ പുത്രിമാരെ ജനിച്ചു. അല്ല, ഇതുള്ള ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണോ? ആണോ? പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ ആരോടെ ജീവിച്ചു? ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ആ ജീവിതം ധന്യമാക്കുന്നത് ആരോട് നടക്കുന്നതാണ്? എന്റെ പിള്ളേർ ദൈവത്തോട് സ്വന്തം ചെയ്ത ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ആകത്തുക എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഒരു അച്ഛനെ 74 വയസ്സാണ്, പുള്ളി മരിച്ചു പോകും. 74 വയസ്സ്. എൻ്റെ അപ്പനെ ചേട്ടനായിട്ട് രണ്ടുപേരും ഞങ്ങളൊരു ജ്യേഷ്ഠ പുതുമൂർ പ്ലാൻ ചെയ്ത 2 പേരും മരിച്ചുപോയി. അപ്പൊ 2 പേർക്കും ക്യാൻസറാണ്. അപ്പൊ ഒരാൾക്കാരെ ഞാൻ കാണാൻ ചെന്ന് പറഞ്ഞു, എടാ മോനെ സന്തോഷ അത് പറഞ്ഞു പോകാറായി, കുഴപ്പമൊന്നുമില്ല മോനെ, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ചേട്ടാ എടാ 74 വയസ്സ് വരെ എനിക്കൊരു കൊളസ്ട്രോൾ പോലും ഇല്ലായിരുന്നു. നിനക്കറിയാം, ഒരു കുപ്പി ഒരു ഫുള്ളും ഒരു കോഴി ഒരു ദിവസം ഞാൻ തീർക്കാറ്. എടാ എന്താ പാടുക ജീവിതം? ഒരു കുപ്പി ഒരു ഫുള്ളും ഒരു കോഴി, അതാണ് ജീവിതം. 74 വയസ്സ് വരെ ഒരു കുപ്പി ഒരു കോഴി ഒരു ഫുള്ള്. സന്തോഷമായടാ, സന്തോഷമായടാ. ദിവസം ഒരു കോഴി ഒരു ഫുള്ള്, ഒരു ഫുള്ള്. വേറെ അച്ഛനെ ഞാൻ കേട്ടാ പറഞ്ഞു, മോനെ സന്തോഷമായടാ, തിന്നാത്ത ഇറച്ചിയില്ല. ആകെ ഇറച്ചിയുണ്ട്. എടാ ഞാൻ തിന്നാത്ത ഇറച്ചി, എല്ലാ ഇറച്ചി എന്ത് ചെയ്തു? തിന്നടാ. എടാ ഞാൻ മീനൊക്കെ മേടിക്കാൻ നെന്മീനൊക്കെ 10 കിലോ ഒക്കെയാണ് മേടിക്കുന്നത്. അതിലൊക്കെ തിന്നടാ. ഇപ്പഴാണ് തിന്നാൻ പോയി. തിന്നാവുന്നത്തോളം തിന്നു. അതാണ് ജീവിതം. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയോ, ഈ മനുഷ്യന്റെ ജീവിതം ഇത്രയോ ഉള്ളത്. കാഴ്ചപ്പാട് വിഭിന്നമാണ്. ഹാനോക്കാരുടെ കൂടാണ്, ദൈവത്തോട് കൂടാണ്. കുറച്ചാളെ ജീവിച്ചുള്ളെങ്കിലും അവൻ ജീവിച്ചത് ധന്യമായി. അവന്റെ പേര് എവിടെ ഉണ്ട്? 969 വർഷം ജീവിച്ചിരുന്നവന്റെ പേര് വിശ്വാസധീരന്മാരുടെ പട്ടികയിൽ ഹാനോക്ക് ദൈവം. ഈ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു കഴിഞ്ഞിട്ട് അടുത്ത പട്ടിക നമ്മൾ ആരെ കാണുന്നത് അറിയാം? നോഹയാണ്. അത് കഴിഞ്ഞ് എല്ലാം പോവുകയാണ്. ആരെ കണ്ടു? നോഹ. ഈ നോഹയുടെ പട്ടികയില് ആ സമയത്ത് ഈ ഭൂമി മുഴുവൻ ജലപ്രളയത്തെ നശിപ്പിക്കപ്പെടുക, ഒരു പുനഃസൃഷ്ടി നടത്തപ്പെടുക. നമ്മുടെ വേദപുസ്തകത്തിന്റെ ഒരു പുനഃസൃഷ്ടികൾ എപ്പോഴും കാണുന്നുണ്ട്. ആ ദൈവം ദൂതന്മാരെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ദൂതന്മാരെ സൃഷ്ടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചു. ദൂതന്മാരെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ കാരണം ദൂതന്മാർ എന്ത് ചെയ്തു പോയി? അവിടെ പാപം എന്തായിരുന്നു? നികളം. അപ്പൊ അവര് വ്യഭിചാരം ചെയ്തില്ല, അവരെന്തോ ചെയ്യും? അപ്പൊ ദൈവത്തിന് ആരെ പിണക്കാം? നികളം അല്ലെ? നികളിലൂടെ ദൈവം എതിർക്കുക. ആദ്യത്തെ മനുഷ്യന് പറ്റിപ്പോയത് എന്താ? നികളം. തിന്നുന്ന നാളിൽ നിങ്ങൾ ആരെ പോലെ ആകും? ദൈവത്തെ പോലെ. നമ്മൾ ഓർക്കണേ, നികളം അല്ലാതെ ഇന്ന് ആദ്യലോകത്ത് വ്യാപരിക്കുന്നു. അതല്ല, സ്പിരിച്വൽ പ്രൈഡ്. ഭയങ്കര അഹന്തയാണ്. എന്തിന്റെ അഹന്തയാണ്? സ്പിരിച്വൽ പ്രൈഡ് ഭയങ്കര അഹന്തയാണ്. ഞാൻ നിൽക്കുന്നത് നിന്നെ പോലല്ല, ഞാൻ വലിയ ആളാണ്, അല്ലേ?
അപ്പൊ നോക്കണമേ, ഈ ഈ അഹന്തയുടെ ലോകത്ത് അവർ വീണുപോയി. അത് കഴിഞ്ഞ് ആ തലമുറ അന്ന് നോഹയുടെ കാലമൊക്കെ ആയപ്പോഴത്തേക്കും ദുഷ്ടത പെരുകി. ആ ദുഷ്ടത പെരുകിൽ എങ്ങനെയാ ചോദിച്ചേ, അതാണ് ആറാമത്തെ അധികം. ബോധിച്ച ഏവരെ എന്തായിട്ട് എടുത്തു? ഭാര്യയായിട്ടല്ല, ഭാര്യമാരായിട്ട് എടുത്തു. അതാമത്തെ ഞാൻ വായിച്ചതാണ്. ബോധിച്ച ഏവരെയും. അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താ വന്നു? ഈ ലാമക്കിന്റെ അതിന് മുമ്പ് ലാമക്ക് എന്ന് പറഞ്ഞു വെച്ചേക്കാം. ലാമക്കാണ് ആദ്യമായിട്ട് കടാര ഉണ്ടാക്കി ആയുധം ഉണ്ടാക്കിയ ലാമക്ക് പറയുന്നത് ആരെയും ശില്ലയുമായുള്ളവരെ കേൾപ്പി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ കടാരൊക്കെ കൈ കിട്ടിയപ്പോൾ ഒന്ന് പെണ്ണ് പോരാ, എത്ര വേണം? 2 വേണം. പിന്നെ നോഹയുടെ കാലമൊക്കെ ആയപ്പോൾ കൂടി ബോധിച്ച ഏവരെയും ബാലമാണ്. അന്ന് ആ തലമുറയിൽ ദൈവം ആരെ എടുത്തു? നോഹയെടുത്തു. എന്തിനാണ് എനിക്ക് നോഹ എടുക്കണ്ടേ? എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു നോഹയെ. എല്ലാവർക്കും ബോധിച്ച ഏവരെ എന്തായിട്ട് എടുത്തു? നമ്മൾ ഏത് ക്യാമ്പിൽ പോയാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിള്ളേരെ ചോദ്യത്തിന്റെ പേര് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രിമാരെടുത്ത് വന്നു. അപ്പോൾ ആരാണ് ദൈവത്തിന്റെ പുത്രന്മാർ? ഞാൻ ഒരിക്കൽ ഒരു ക്യാമ്പിൽ ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്തോ അവരോട് ദൈവം എനിക്ക് മറുപടി തന്നു. ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ അപ്പൻ ആരാണ്? ദൈവമാണ്. മനുഷ്യന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത അവരുടെ അപ്പൻ ആരാണ്? പിശാചാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ടവർ ആരെ കെട്ടി? രക്ഷിക്കപ്പെടാത്ത. അതാണ് ദൈവത്തിന്റെ പുത്രന്മാർ. അതിനൊരു കുഴപ്പമുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ അപ്പൻ ആരാണ്? ദൈവം. രക്ഷിക്കപ്പെടാത്തവരുടെ അപ്പൻ. അപ്പൊ അവളെ കെട്ടിയതിന്റെ അമ്മായിപ്പൻ ആരാണ്? പിശാചാണ്. അതുകൊണ്ട് വേണ്ടാതെ മണിക്കൊന്നും എന്ത് ചെയ്യരുത്. അമ്മായിപ്പൻ ഏറ്റവും കൂടുതൽ അസ്വസ്ഥ ഉണ്ടാകുന്ന ആരാ? അമ്മായിപ്പൻ. ഭാര്യ ഭർത്താവ് മിണ്ടി തിന്നുമ്പോ ഇങ്ങനെ കെട്ടിത്തരും. എന്നാലും വേണ്ടി ഞാൻ വിട്ടേടാ, ഞാൻ കൊണ്ടുപോയിക്കോളാടാ. ഈ അമ്മായിപ്പൻ ഗുണമല്ലെങ്കിൽ വീട്ടിൽ സമാധാനമേ കാണത്തില്ല. ഇവിടെ മിന്നു തീരുന്നതിന് മുമ്പ് എങ്ങോട്ട് വിളിക്കും? വീട്ടിലോട്ട് വിളിക്കും. അവിടെ നിന്ന് കെട്ടി എഴുതുന്ന ഒരു ഫോണാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഈ വീട് സമാധാനമായി. സകല പ്രശ്നങ്ങളെ ഉറവിടം എന്താണ്? ഫോൺ. ഇപ്പൊ അതിന് പറയാൻ ഫേസ്ബുക്കാണ്. എന്തൊരു കഷ്ടം അറിയോ? ഒരു കറി വെച്ചാൽ പറഞ്ഞു എന്നെ മനുഷ്യരൊക്കെ ജീവിതത്തിൽ ഒരു പൈസ നീ കറി വെച്ചാൽ ഞാൻ കൊതിപ്പിക്കാം. അന്ന് ഫേസ്ബുക്കാണ്. അത് നിങ്ങളതിന്റെ ദുരിതം മനസ്സിലാക്കണം. ഇവിടെ ഒരു മനുഷ്യനാ സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ സത്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങളൊക്കെ എന്ത് പറയും. ഒരു മാസ്ക് വരച്ചു പോയി. അത് ഒറ്റ മൂലമുണ്ട്. രാവിലെ 7 മണിയാകുമ്പോൾ ഞാൻ ആംബുലൻസ് പോകുന്നുണ്ട്. പിന്നെ കോട്ടയത്ത് ഈ ശവം എടുക്കാൻ അമ്മ വന്നിട്ടില്ല. ശവം 7 മണിക്ക് എടുക്കേണ്ടതാണ്. 7:30 ആയപ്പോഴത്തേന് ഇവര് ഒരു കെട്ടി വന്നു. അവരുടെ കൈ പ്രത്യേക ക്യാമറ അല്ല ഫോണിൽ അവന്റെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. എടുക്കാൻ പോരാ ബോഡിയെ പിടിക്കണം. അവൻ എടുക്കത്തില്ല. അവൻ എടുക്കുന്ന എന്നെ ഫോട്ടോ എടുക്കുക, ലൈവായിട്ട് സെൻഡ് ചെയ്തോണ്ടിരിക്കുക. എവിടെ? ഫേസ്ബുക്കിൽ. പിടിക്കാൻ കാണില്ല ശവത്തെ. മോൻ ഫേസ്ബുക്കിൽ സെൻഡ് ചെയ്യില്ല. അവൻ ഫുൾ ലൈവ് സെൻഡ് ചെയ്യുന്നുണ്ട്. അവസാനം പോട്ടെ, ഈ അപ്പന്റെ മുഖം മുറുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നാട്ടില്. അതാരും ചെയ്യണ്ട. ഒറ്റ മോനുള്ളൂ. എടാ മുഖം മൂടണ. അവൻ ഫേസ്ബുക്ക്. ഞാൻ അപ്പൊ എന്റെ ഇപ്പുറത്തെ ഭാഷ പുള്ളിയെ കയറി പിടിച്ചോ. ഞാൻ നിനക്ക് എന്നെ ചെയ്ത് അവൻ എന്തെങ്കിലും കാണിക്കണം. അവന്റെ അപ്പനെ ഞാൻ പറഞ്ഞു ഇവിടെ അടി കൊടുത്തു. ഞാൻ അടി കൊടുത്തല്ലേ. അത് അപ്പന്റെ മുഖം മൂടുന്നതിന് അവൻ എന്തോ അടിക്കുക. എന്തോ ചെയ്യും അങ്ങനെ കയറി പിടിച്ചിട്ടാണ് ഞാൻ അവൻ കൊടുത്തതല്ല. അവന്റെ സത്യത്തെ അടിയുടെ കുഴപ്പമാണ് ഇല്ലേ. അപ്പന്റെ മുഖം കൂടുന്ന സമയത്ത് അവൻ എന്തോ സെൻഡ് ചെയ്യാം. ഇത് ലോകം. അങ്ങനെ ഒരു കാലഘട്ടം. ആ കാലഘട്ടം ഇപ്പൊ ബോധിച്ച ഏവരെ എന്തായിട്ട് എടുത്തു? അങ്ങനെ ഇല്ലെങ്കിൽ നോഹയ്ക്ക് ആരെ ബോധിച്ചു? ദൈവത്തിന് അവനെ ബോധിച്ചു. കാരണം നോഹയ്ക്ക് ആരെ ബോധിച്ചു? ഭാര്യയെ ബോധിച്ചത്. നോഹയ്ക്ക് എത്ര ഭാര്യ ഉണ്ടായിരുന്നു? ഒറ്റ ഭാര്യ ഉണ്ടായി. ഒറ്റ ഭാര്യ എത്ര പിള്ളേരുണ്ടായി? 3. ബാക്കിയുള്ളത് പിള്ളേരുണ്ടായി. ഇതെന്റെ ആദ്യത്തേത്, ഇതെന്റെ 2ാമത്തെ വകയില്, ഇതെന്റെ 3ാമത്തെ വകയിൽ. അങ്ങനെ അവിടെ കണ്ടിട്ടില്ലേ ഒരമ്മമാർ പിള്ളേരെ കൊണ്ട് നടക്കുന്നില്ലേ? ദിസ് ഈസ് മൈ സൺ. അതിപ്പോ പിന്നെ ഡിവോഴ്സ് എല്ലാം ആയി കഴിയുമ്പോൾ ഇതെന്റെ അങ്ങയുടെ മോള്, ഇത് എന്റെ മോള്, ഇത് ഞങ്ങളുടെ. പക്ഷെ നോഹയ്ക്ക് അങ്ങനൊന്നും ഇല്ല. എത്ര പിള്ളേര്? ഒറ്റ ഭാര്യയിൽ എത്ര പിള്ളേര്? 3 പിള്ളേർ. അപ്പൊ നോഹയ്ക്ക് ആരെ ബോധിച്ചു? ഭാര്യയെ ബോധിച്ച നോഹയെ ആർക്ക് ബോധിച്ചു? അപ്പൊ ദൈവം ബോധിക്കണ എന്ത് ചെയ്യും? ദൈവം ഈ വിശ്വാസങ്ങളുടെ പട്ടികയിലോട്ട് കയറണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആരെ ബോധിക്കണം. ഭാര്യ ആരെ ബോധിക്കണം? ഭർത്താവിനെ ബോധിക്കണം. ഭാര്യ ബോധിച്ച ഭർത്താവിനെ ആർക്ക് ഇഷ്ടമാണ്? ദൈവത്തിന്. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാകുന്നറിയാം? നോഹയുടെ ഈ പിള്ളേർക്കും ആരെ ബോധിച്ചു? അവർക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഓരോന്നുണ്ടായിരുന്നു. യഥാ പിതാ തഥാ
പറഞ്ഞു എനിക്ക് എത്ര മതി? ഒന്ന് മതി. അപ്പന് ഒത്തിരി വേണമെങ്കിൽ മോൻ ഒത്തിരി വേണം. കാരണം നോക്കിയേ, അപ്പൻ ആരെ ബോധിച്ചു? ഭാര്യയെ. അതുകൊണ്ട് എല്ലാ സഹോദരിമാരും സഹോദരങ്ങളോട് പറയാണ്, നമ്മളത് തീരുമാനിക്കണം. ഞാൻ എന്റെ ഭാര്യയെ എന്ത് ചെയ്യാൻ പോവാ? ഇത് ചോയ്സാണ്. ഈ സ്നേഹം എന്നൊക്കെ പറയുന്ന ഒരു ചോയ്സാണ്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഇന്ന് വരെ ഒരു മനുഷ്യനെ സ്നേഹിച്ചിട്ടില്ല. ഉണ്ടോ? സംശയം. നമ്മൾക്ക് ഭർത്താവിനെയാണോ ഇഷ്ടം, ഭർത്താവിന്റെ സ്വഭാവത്തെയാണോ ഇഷ്ടം? നമ്മളതൊന്നും ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ നിങ്ങളുടെ സ്വഭാവം ഇവിടെയായിട്ട് എനിക്ക് തീരെ എഴുതിയില്ല പിടിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ പിടിച്ചതെന്താ? നമ്മൾ ഇതുവരെ പിടിച്ചതെന്തോ? ഭർത്താവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലത്. അങ്ങനെ എന്തോ ഇഷ്ടോ? അത് ഈടെയാണ് തീരെ ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ എന്തോ അല്ല. അപ്പൊ നമ്മൾ ആരെ ഇന്നുവരെ എന്ത് ചെയ്തിട്ടില്ല? ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും എന്തോ ഇഷ്ടപ്പെട്ടു? സ്വഭാവം ഇഷ്ടപ്പെട്ടു. സ്വന്തം ഭർത്താവ് ഇന്നുവരെ ഇഷ്ടപ്പെട്ടു. അയാൾ എന്തോ ഇഷ്ട? ഇതുപോലെ നല്ല മനുഷ്യൻ, എല്ലാം പണി ചെയ്യും. ഞാൻ പോയിട്ട് വരുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കി കിട്ടും. പക്ഷേ ഇപ്പോഴും അങ്ങനെ അല്ലെന്ന്. പണ്ട് നല്ല എന്തായിരുന്നു മനുഷ്യനാ അല്ലേ? അപ്പൊ ഈ നോഹയ്ക്ക് ആരെ ബോധിച്ചു? ഭാര്യയെ. സ്വതന്ത്രം. ദൈവം ബോധിക്കണമെങ്കിൽ ഞാൻ കണ്ട പ്രശ്നമുണ്ട്. ഈ ഭയങ്കര സ്പിരിച്വലാന്ന് പറയുന്ന സഹോദരിമാരൊക്കെ ഭർത്താവിനെ പരം കുറിച്ചുമായി. അതുകൊണ്ട് ആരെയാണ് ബോധിക്കണം? ഭർത്താവ്. ഞാൻ ഈ അപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ഭർത്താവിന് എന്നെ ഇഷ്ടമില്ല, എന്നെ ഡിസ്കണ്ടന്റ്മെന്റ് ആണ്, പാസ്റ്റർ ഫുൾ ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ്, അങ്ങനെ തന്നെ ഇഷ്ടമില്ല, അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം, അങ്ങനെ വരുമ്പോ നീ ഇഷ്ടപ്പെടുന്ന പോലൊക്കെ എന്ത് ചെയ്യണം? റാപ്പൊക്കെ ഉണ്ടാക്കി, നീ ഒന്ന് ഒരു അതിനുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നിൽക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, പാസ്റ്റർ ഇത് ആത്മമണ്ഡലത്തില് ആത്മമണ്ഡലത്തിന്റെ. അപ്പൊ ഇവിടെ ഒരു 5 മിനിറ്റ് വർത്താനം പറഞ്ഞതിനിടയ്ക്ക് ഇവിടെ ഒരു 10 പ്രാവശ്യം എന്താ പറഞ്ഞു അറിയാം. എനിക്കൊരു കാര്യം പറയുന്നുണ്ട്, ഇയാൾ ഭൗതിക മണ്ഡലത്തിൽ വരുമ്പോ ഇവിടെ വ്യക്തി എന്തോ മണ്ഡലത്തിൽ നിൽക്കുക. അയാൾ മനുഷ്യനായിട്ട് വരുമ്പോ ഇവിടെ ഒരു മണ്ഡലം വെളിപ്പെടുന്നത്. ചുമ്മാ ഒരു മനുഷ്യൻ ആത്മമണ്ഡലമാണ്. ആരെ ബോധിക്കണം? ആരെ ബോധിക്കണം? ആരെ ബോധിക്കണം? ആത്മമണ്ഡലം ഒന്ന് വെളിപ്പെടുന്നത് മനുഷ്യരാണ്. നമ്മളെല്ലാം ആരാ? മനുഷ്യരാ. കർത്താവ് ബോധം ചെയ്യണം. ഈ മനുഷ്യന് മഹത്വം കൂട്ടാൻ വേണ്ടിയാണ് ദൈവം പോലും ആരായിട്ട് മാറിയത്? മനുഷ്യനായിട്ട് അല്ലേ? ദൈവം മനുഷ്യനായി. അപ്പൊ നോഹയ്ക്ക് ആരെ ഇഷ്ടപ്പെട്ടു? ഭാര്യ ഇഷ്ടപ്പെട്ടു. നോഹ ആരെ ഇഷ്ടപ്പെട്ടു? നമുക്ക് എന്തോ ചെയ്യണം? നമ്മളപ്പോ എന്തോ തീരുമാനിച്ചു? ഇല്ലാതെ തീരുമാനിക്കും. വിശ്വാസങ്ങളുടെ പട്ടിക വേണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആരെയും ഇഷ്ടപ്പെടണം. ഭാര്യയെ ഇഷ്ടപ്പെടണം. ഭാര്യമാരെ ആരെ ഇഷ്ടപ്പെടണം? കോന്തരാണെന്ന് ഇരിക്കട്ടെ, എന്റെ മണ്ണുണ്ണി അങ്ങനെ അയാൾ ഇരിക്കണം. നമ്മളത് തീരുമാനിക്കണം. അങ്ങനെ എന്ത് ചെയ്യാൻ പോവാ? അങ്ങനെ ഇഷ്ടപ്പെടാനായിട്ട് പോവാ അല്ലേ? ഈ ഇഷ്ടം ബോധ്യം ഇല്ലെങ്കിൽ പിന്നെ മഹാ അസ്വസ്ഥതയായിരിക്കും. എവിടെ? വീട്ടിലാണ് അല്ലേ? അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ പിന്നെ അപ്പടി പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഇടയ്ക്കൊരു ഭർത്താവ് ഡിവോഴ്സ് കേസ് വരും. അപ്പൊ നമ്മുടെ കോടതിയുടെ ഒരു ഈ പ്രത്യേകത, ഇന്ത്യൻ കോടതികളുടെ പ്രത്യേകത, നിവൃത്തി ഉണ്ടെങ്കിൽ ഇത് കൊടുക്കരുന്ന. അതിലൂടെ അവർ മാക്സിമം ട്രാക്ക് ചെയ്യും. കാരണം ഇതിനിടയ്ക്ക് എന്തെങ്കിലും റിക്കൺസിലേഷൻ ഒക്കെ ഉണ്ടായി പോകും. അപ്പോൾ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞു, എന്റെ ബഹുമാനപ്പെട്ട കോടതി ഇവിടെ കെട്ടി വന്നതിനെ ഞാൻ തീരുമാനിച്ചാണ് ഇവരുടെ ജീവിതം ശരിയാകത്തില്ല, പിന്നെ 10 വർഷം ഞാൻ കടിച്ചു പിടിച്ച് നിന്നാണ്, ഇനി ഒക്കത്തില്ല. അപ്പൊ കോടതി പറഞ്ഞു, ഏതായാലും 10 വർഷം നിന്നില്ല, ഇനി കുറച്ചുകൂടെ എന്ത് ചെയ്യാം? അത് ഒക്കത്തില്ല. അതെന്നാ കാര്യം ചോദിച്ചാൽ പറഞ്ഞു, അന്ന് കെട്ടി അന്ന് ഇവർക്ക് ദേഷ്യം കിട്ടുന്നതായി എല്ലാം എടുത്തെറിയ. എന്നിട്ട് ഞാൻ 10 വർഷം സഹിച്ചു. എന്നിട്ട് ഇപ്പൊ എന്റെ കോടതി ഇനി ഒക്കത്തില്ല. അതിനാ കാര്യം, ഇന്നലെ എറിഞ്ഞ് എന്റെ പള്ളയ്ക്ക് വിട്ടു, ഇന്ന് എറിഞ്ഞ് എന്റെ തലയ്ക്ക് കൊള്ളേണ്ടതാണ്. ഇവർക്ക് ഈ 10 വർഷം എറിഞ്ഞെറിഞ്ഞ് ഞാൻ ഉന്നം കിട്ടി. ഇനി അവരോട് ജീവിച്ചാൽ എന്റെ ഇടപാട് 10 വർഷം കൊണ്ട് അവർക്ക് എന്താ കിട്ടി? അത്രയും ഗുണമുണ്ടായി. നമ്മൾ എറിയാൻ പഠിച്ചു. അപ്പൊ ആരെ ബോധിക്കാം? ഭർത്താവിനെ ബോധിക്കാം, ഭാര്യയെ ബോധിക്കാം. ആരെ ബോധിക്കും? അപ്പൊ നോഹ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. ആരെ ബോധിക്കണം? എല്ലാം ശരിയായിട്ടൊന്നും അല്ല, എല്ലാം ശരിയായ ഒരാളെ ഉള്ളു. ആരാ? കർത്താവ്. സ്വതന്ത്രം ചെയ്ത അല്ല, വേറെ ഒരാളെ നിങ്ങൾക്ക് പറയാം. ഒരു കുഴപ്പമില്ലാത്ത ഒറ്റയാളോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവൻ ആരാ? ദൈവം.
ഈ കത്തോലിക്ക് പറഞ്ഞത് പോപ്പ് ഇൻഫാലിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പോപ്പുമാർ പറയുന്നുണ്ട് പഴയ പോപ്പിന് ഒത്തിരി തെറ്റ് പറ്റി, സോറി. കാരണം അതിനെ തെളിയിക്കുന്നു ഒരു മനുഷ്യൻ ആരല്ല ഇൻഫാലിബിൾ അല്ല. എല്ലാ മനുഷ്യർക്കും എന്ത് പറ്റും? തെറ്റ് പറ്റും. പക്ഷെ നമ്മൾ ഡിസൈഡ് ചെയ്യുക, എന്ത് ചെയ്യുക? ബോധിക്കുക, തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിച്ച നോഹയുടെ പേരുള്ള വിശ്വാസവീരന്മാർ അല്ലേ? നോഹ വലിയൊരു കാര്യം അടച്ചത്. അന്ന് വരെ ഭൂമിയിൽ എന്തുണ്ടായിട്ടില്ല, മഴയുണ്ടായിട്ട്. പക്ഷെ നോഹ പ്രസംഗിച്ചു, ഭൂമി എല്ലാം എന്ത് ചെയ്യാൻ പോവാ? ജലപ്രളയത്തെ നശിപ്പിക്കാം. അങ്ങനെ നോഹയുടെ കാലം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇറ തുടങ്ങുന്നത് നമ്മുടെ വിശ്വാസവീരന്മാരുടെ ചരിത്രമാണ്. ആരാണ്? അബ്രഹാമിന് തുടങ്ങിയ ഈ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. 12-ാം അധ്യായം, 12-ാം അധ്യായം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ദൈവം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ അവരുടെ ദൈവം ഒന്ന് വിളിക്കപ്പെടുവാൻ എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. എല്ലാവരും ആ വാക്കുകൾ പറഞ്ഞേ, ഞാൻ അവരുടെ ദൈവം ഒന്ന് വിളിക്കപ്പെടുവാൻ പറഞ്ഞേ. അപ്പം ഓരോ കാലഘട്ടത്തിലും ദൈവത്തിന് അറിയപ്പെടേണ്ടത് ആരുടെ പേരിലാണ്? മനുഷ്യന്റെ പേരിലാണ്. ഇന്നും അല്ലേ? അവർക്ക് ചിങ്ങമരത്തിൽ നമ്പിച്ചാന്റെ പേരിൽ ആരറിയപ്പെടുക? ദൈവം അറിയപ്പെടുക. കഴിഞ്ഞ തലമുറയിൽ സാധു കൊച്ചുജോസിന്റെ പേരിൽ ദൈവം ചെയ്തു അറിയപ്പെട്ടു. സാധു സുന്ദർ സിംഗിന്റെ പേര് ദൈവം ചെയ്തു അറിയപ്പെട്ടു. വില്ലേന്ദ്രയുടെ പേര് ദൈവം ചെയ്തു അറിയപ്പെട്ടു. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ പേര് ദൈവം അറിയപ്പെട്ടു. ഇന്നും ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ പേരിൽ വേണം ദൈവം എന്ത് ചെയ്യാൻ? അറിയപ്പെടാം. പക്ഷെ ദൈവം അറിയപ്പെടണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. ഈ ക്വാളിറ്റികൾ നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവം നമ്മുടെ പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടാനായിട്ട് ഇഷ്ടപ്പെടും. അത് നമ്മൾ വളരെ ദൂരമാണ്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരുടെ പേരിൽ അറിയപ്പെടുന്നവരാണ്? ദൈവം. ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ആരായി? ദൈവം. ഞാൻ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരിക്കാം, നിർവാഹമാണ്. ഞാനൊക്കെ റാന്നി ഇരിക്കുമ്പോൾ എന്നെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം വളരെ സ്നേഹത്തോട് അളിയനോടാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അളിയനോടാ. അളിയ ഓടി ഒറ്റപ്പാറ. ഞാൻ ചമ്മി പറഞ്ഞു, എന്താ അളിയാ? അതുപോലെ ബിവറേജ് കോർപ്പറേഷൻ അളിയ കൂടി ഇവിടെ നമുക്കൊരു പാർട്ടി കൈകൾ വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നാ ഇന്ന രണ്ട് അളിയ ഇവിടെ നിൽക്കുന്ന കുപ്പി മേടിക്കാൻ ക്യൂ നിൽപ്പുണ്ട്, അളിയമ്പാ അവനെ പൊക്കണം. അവസാനപ്പെട്ട ഒരുത്താണ് അവനെവിടെ നിൽക്കുക. അവനെ അളിയ പൊക്കളോടെ അളിയൻ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അളിയ ഞാൻ ഓടി വരാം, അവനൊന്ന് കാണട്ടെ. കണ്ടാൽ പിന്നെ ഇവൻ ഇനി ചർച്ച വരത്തില്ല, അവൻ ഓടില്ല. ഞാൻ വന്നേക്കാം. അളിയനോടാ നിൽക്കുന്നത്. ഞാൻ അവന്റെ പുറകിന്റെ നിൽപ്പുണ്ട്. ഞാൻ അവന്റെ പുറകിന്റെ നിൽപ്പുണ്ട്. അപ്പൊ ഈ അളിയനെ പറഞ്ഞു, എനിക്കെന്ത് ചെയ്യാം? ഇവിടെ നിൽക്കാം. പക്ഷെ അവനെന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ആരാ പറഞ്ഞത്? നമ്മളല്ല പറഞ്ഞത്. ആര് പറഞ്ഞു? അവിശ്വാസി പറഞ്ഞു. ഇവരിവിടെ നിൽക്കാൻ പാടില്ല. മനസ്സിലാക്കണം. നിൽക്കാൻ പാടില്ല. കാരണം വിശ്വാസത്തിന്റെ ഒരു നാമം പേറിയത് കൊണ്ട് എവിടെയൊക്കെ കുറെ കൂച്ചുഫലങ്ങൾ കിട്ടിയാക്കത്തുള്ളൂ. എവിടെയൊക്കെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് സുഖകരമായ റെസ്ട്രിക്ഷൻസ് ആണ്. അത് ആ മുഖം മൃദുവാണ്, ആ മുഖം ലഘുവാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിനകത്ത് അസ്വാതന്ത്ര്യം ഉണ്ട്. എന്തുകൊണ്ട്? ഈ നാമം പേറിയത് കൊണ്ട്. തെറ്റായത് കൊണ്ടല്ല, ഈ നാമം എന്ത് ചെയ്തുകൊണ്ടാണ്? പേറിയത് കൊണ്ടാണ്. കാരണം ദൈവം നമ്മുടെ പേരിൽ എന്ത് ചെയ്യപ്പെടണം? വിളിക്കണം. 1-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അബ്രഹാമിനെ ഇഷ്ടപ്പെട്ട കാര്യം. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകാൻ? കാണിപ്പാരിക. എന്താ വാക്കെന്ന് പറഞ്ഞു? അങ്ങനെ ഒരു ദേശമുണ്ടോ? പൂവളം കുഞ്ഞുങ്ങളെ കൈലോട്ട് ഞാൻ തരാം, കണ്ടുപിടിക്കണം. ഏത് ദേശം? അതെവിടാ? അതെവിടെ? കനാനൊന്നും പറഞ്ഞില്ല. കനാൻ പറഞ്ഞാൽ ചാടിയാണ്. കനാൻ പറഞ്ഞില്ല, UK പറഞ്ഞില്ല, അമേരിക്കൻ പറഞ്ഞില്ല. അബ്രഹാമിനോട് പറഞ്ഞ എവിടാ? അതെവിടെ? അറിയത്തില്ല. പക്ഷേ അബ്രഹാം എങ്ങോട്ടാ പോയത്? അറിയത്തില്ല. പോവാ. കൂടാരം അടിക്കാൻ പറയുമ്പോ കൂടാരം അടിക്കും. കുറ്റി എടുക്കാൻ പറയുമ്പോ കുറ്റി എടുക്കും. ഒറ്റ യാത്ര. എവിടെ? അറിയത്തില്ല. അവനോട് പറഞ്ഞു പൊക്കോളെ. ഈ അനുസരണത്തെയാണ് ആര് മാനിച്ചത്? സ്വതന്ത്രം ചെയ്തോ. എവിടെ പോയി? കാണിപ്പാനിക്കുന്ന ദേശം. നിങ്ങൾ പറഞ്ഞേ, കാണിപ്പാനിക്കുന്ന ദേശം. അത് അറിയാതെ എവിടാന്ന് അറിയാതെ വിഷ്ണുമാൻ അങ്ങനെ പോയത്. വിഷ്ണുക്കെ ആഫ്രിക്ക പോയപ്പോ എവിടാന്ന് പോലും അറിയില്ല. പക്ഷെ പ്രിയമുള്ളവരെ പോയി. പിന്നീട് ഇന്ത്യ വന്നു. അനേക ദൈവദാസന്മാർ പോയി. കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് ദൈവം പറഞ്ഞത് അനുസരിച്ച് ഇറങ്ങി തിരിച്ചവന്റെ പേരിൽ ഇന്നും ദൈവം പറയുന്നു, ഞാൻ അവന്റെ പേരിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. ആയിരം കാര്യം കണക്ക് കൂട്ടിയ ഒരു കാര്യം നടക്കത്തില്ല എന്ന് ആഴിയം നോർക്കാതെ ആരമാരായാതെ അലകൾക്ക് തെല്ലും ഭയപ്പെടാതെ ഇറങ്ങി ഞാൻ പ്രിയരെ സമുദ്രത്തിന് നടുവിൽ നിങ്ങളി കേട്ട് പിൻവരുവാനെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം ഇറങ്ങുകയാണ്. എങ്ങോട്ട്? കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക്.
ഇന്ന് ചിന്തിക്കണം, ഇന്നിന്റെ ലോകമല്ല അന്നിന്റെ ലോകം. ഇന്ന് പിള്ളേരൊക്കെ ചുമ്മാ പോകുന്നവരാ അല്ലേ? എവിടെ ചുമ്മാ കാപ്പ് കുടിക്കാൻ പോകുന്നവർ വാങ്ങി എറണാകുളത്താ. ആ ലോകമാണോ അന്നത്തെ ലോകം? ആണോ? അല്ല. ഞാൻ എറണാകുളത്ത് ഞാൻ 2 പിള്ളേരെ കണ്ടു. മക്കളെ എന്നെ പഠിക്കുന്നേ ദേ പുട്ട്. ഒരു സിനിമ ഉണ്ടോ? ദിലീപിന്റെ അവിടെ പുട്ടുണ്ട്, 150 വെറൈറ്റി പുട്ട് അവരാ പറഞ്ഞു. അതിനകത്ത് ഒരു പുട്ടിന്റെ പേര് 7 സുന്ദര രാത്രികൾ. അങ്ങനത്തെ പുട്ട് 7 സുന്ദര രാത്രികൾ അല്ലേ? അങ്ങനത്തെ പുട്ട് വരെയുണ്ട്. അപ്പൊ അങ്ങനെ ആ പുട്ടടിക്കാൻ പോകുന്ന ലോകമാണ് ഈ ലോകം. പക്ഷെ അങ്ങനത്തെ ലോകമല്ല. കാരണം എന്റെ അപ്പച്ചനും സ്വാധീനമുള്ള ടിപിക്കുള്ള മനുഷ്യനും കൂടെ പുറപ്പെട്ടു പോയി 7ാം ക്ലാസ്സിൽ പഠിക്കും അന്നത്തെ. അപ്പൊ അവരെഴുതി വെച്ചു, ഞങ്ങൾ തിരുവിതാംകൂർ വിടുന്നു. ഞങ്ങളുടെ അമ്മച്ചി വൈകിപ്പോയി. കാരണം പിള്ളേർ എവിടെ പോവാ? തിരുവിതാംകൂർ പറഞ്ഞാൽ കോട്ടയം കഴിഞ്ഞ് എറണാകുളത്തിന് ഇടയ്ക്ക് വെച്ച് എന്തോ തീർന്നു. അത് വിടുന്ന് കേട്ടപ്പോഴേ അമ്മച്ചി വൈകിപ്പോയി. ആ കാലഘട്ടം അതൊരു 50 വർഷം മുമ്പുള്ള താമസം, അല്ല 80 വർഷം. പക്ഷെ നോക്കണം, ദൈവം അബ്രഹാമിനെ വിളിക്കുന്ന ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഗോത്രത്തിന്റെ പുറത്തൊരു ലോകം പോലും അറിയാതിരുന്ന കാലഘട്ടത്തിൽ അബ്രഹാം ഇറങ്ങി പുറപ്പെടുകയാണ്. എങ്ങോട്ട്? കാണിപ്പോകാനിരിക്കുന്ന ദേശത്തേക്ക്. ആ അനുസരിച്ചവനെ ചേർത്ത് നിർത്തി ദൈവത്തിൽ ഇന്ന് ലോകത്തോട് പറയാനുണ്ട്, ഇവന്റെ ദൈവമാണ് ഞാൻ. കർത്താവിന് സ്തോത്രം ചെയ്ത ഇന്ന് ലോകം അറിയപ്പെടുന്ന ആരുടെ പേരിൽ? അബ്രഹാമിന്റെ പേര്. ഇനി ഞാനും നീയും ദൈവം പറയുന്ന ഏത് കാര്യവും അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ പേര് ദൈവം ഈ തലമുറയിൽ അറിയപ്പെടും. എന്റെ നിന്റെ പേര് ദൈവം അറിയപ്പെടും. ഫ്രണ്ട്സിന്റെ ദൈവമായി കർത്താവ് അറിയപ്പെടണം. ആണ്ടുവാസ ദൈവമായ ദൈവം അറിയപ്പെടണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ പേര് ദൈവം അറിയപ്പെടണം. പക്ഷെ ഒരു കാര്യം, ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണ്. അടുപ്പായിരിക്കുന്ന ദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന യാത്രയിൽ ഒരാളുടെ കൂടെ കൂടി. ആരെ? ലോകത്തും കൂടെ കൂടി 13ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവർ തമ്മിൽ എന്തോ ഉണ്ടായി? പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം അറിയാം? സമ്പത്ത് കൂടി. സമ്പത്ത് എല്ലാ പ്രശ്നങ്ങളും ഓരോടെ വിടുന്ന സമ്പത്താണ് അല്ലേ? സമ്പത്തില്ല, എന്തോ ഇല്ല, ഒരു പ്രശ്നമില്ല. സമ്പത്തില്ലെങ്കിൽ 2 പേരും കൂടെ പ്രാർത്ഥിച്ച് കണ്ണി നോക്കി ഇരുന്നിട്ട് കിടന്നു തുടങ്ങി. പക്ഷെ ഇപ്പൊ എന്തോ ഉണ്ടായി? സമ്പത്താണ്. എന്തോ ഒരു അടിയാണെന്നറിയാം. അതുകൊണ്ടാ ഞാൻ ഇടയ്ക്ക് എന്താ ഒരു വീട്ടിൽ പ്രശ്നം തീർക്കാൻ പോയി. അയ്യോ, ഞാൻ ഒരു നാളെ നല്ലത് എന്ത് സന്തോഷം. അങ്ങനെ പക്ഷെ കള്ളം പറഞ്ഞു. ഇവിടെ അടിയോട് ഇവിടെ കള്ളം പറഞ്ഞു. എനിക്ക് എന്താണ് കള്ളം പറഞ്ഞത്? രാവിലെ ഇവിടുന്ന് പോയി. അപ്പൊ ഈ ഓൾഡേ പാസ് എടുക്കത്തില്ലേ ബസ്സേന്? എന്താ പറഞ്ഞേ? ഫുൾ ഡേ എന്നോ? ഓക്കെ, എന്തായാലും അതെടുക്കണം. അപ്പൊ ആ പാസ് എടുത്താൽ ഒരു ദിവസം മുഴുവൻ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? 4 പൗണ്ടാണ്. അപ്പൊ ഇവിടെ ഞാൻ രാവിലെ എന്തിനു പോയി? 4 പൗണ്ട് എടുത്തു പോയി. അപ്പൊ വൈകിട്ട് ഇവിടെ തിരിച്ച് പുള്ളി പറഞ്ഞു, ഞാൻ ടൗണിൽ വരുന്നത് നമുക്ക് ഒന്നിച്ച് പോരാൻ പോയി. അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് ലിഫ്റ്റ് കിട്ടുക, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യണം? ലിഫ്റ്റേ വന്നു. അപ്പൊ ഇന്ന് ഇവർക്ക് ലിഫ്റ്റ് ഉണ്ടായിട്ടും അവർക്കറിയാമേ. അപ്പൊ അവൾ എന്തോ എടുത്തു? 4 പൗണ്ട് എടുത്തു. അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തോ വീട്ടിലുണ്ട്, ലിഫ്റ്റ് വീട്ടിലുണ്ട്. അപ്പൊ ആ 4 പൗണ്ട് എത്തിയേ ഇവൻ ചുമ്മാ ഇരിക്കുക വീട്ടിൽ. അതാ അവന്റെ വേറെ രസം. എന്തോ മനുഷ്യനെ 4 പൗണ്ട് എത്തിയേ കള്ളം പറഞ്ഞു. പക്ഷേ പാസ്റ്റർ അതിന് ഇവ തന്നെ പറയണേ, പാസ്റ്റർ ഓർക്കാർക്ക് ഞാൻ അരിപ്പനാണ്. ഞാൻ അരിപ്പനല്ല പാസ്റ്ററെ, അരിപ്പനായിരുന്നു നല്ല പാസ്റ്ററെ. 4 പൗണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് നേരം വിളിപ്പിച്ചേ. പൈസയുടെ പേരിൽ ഞാൻ തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഭാര്യ ഭർത്താവ് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ അബ്രഹാമിന്റെ ലോകത്തുള്ള പ്രശ്നമുണ്ട്. അബ്രഹാം ലോകത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. അവിടെ കാരണം അറിയാം, താഴോട്ട് പറഞ്ഞു കനാനിനും പെരിസരൂരുണ്ട്. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി ആര് കേൾക്കും? അവര് കേൾക്കും. അത് ആർക്ക് നാണക്കേടാവും? ദൈവത്തിന് നാണക്കേടാവും. ദൈവത്തിന് നാണക്കേടാകുമ്പോൾ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം? വലത്തോട്ട് പോയ സ്വതന്ത്രം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ഈ തീരുമാനം ആരെടുത്തു? അബ്രഹാം. ആ തീരുമാനം എടുത്ത അബ്രഹാമിനെ നോക്കി ദൈവം പറയും, നിന്റെ പേരിൽ ഞാൻ അറിയപ്പെടാം. കർത്താവിനെ സ്വതന്ത്രം ചെയ്താൽ കർത്താവിനൊക്കെ കുറേ ശിഷ്യന്മാരെ ചോദിച്ചു, ഞങ്ങൾ ആരായിരിക്കും എന്ത് സ്വർഗത്തിൽ ചെല്ലുമ്പോ വലിയവരാകുന്നത്? എനിക്കങ്ങ് ഈ കർത്താവിനോടാണ് ചോദിക്കുന്നത്, ഞങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ ആരായിരിക്കും വലിയവൻ? എന്റെ പോലെ ഏറ്റവും മനുഷ്യരുണ്ട്. ആകാശം ഭൂമി നമ്മൾ അന്തർ എന്താ? സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠം. സ്വർഗം ചുരുങ്ങി 6 അടി പൊക്കത്തിൽ മുമ്പിൽ ഇരിക്കുമ്പോ ഇവിടെ 5 അടിക്കാരൻ ചോദിക്കുക, അവിടെ ആരാ വലിയവൻ? മുമ്പിൽ പച്ചക്ക് നിൽക്കുക ഒരുത്ത്. എങ്ങനെ സ്വർഗം എങ്ങനെ നിൽക്കുക?
ആരുടെ പൊക്കത്തിൽ നമ്മളെ പോലെ ഒരുത്തരായിട്ട് നിൽക്കുമ്പോ ഇവിടെ അടുത്തും ചോദിക്കുക ഞങ്ങൾ ആരാ വലിയവൻ. അങ്ങനെ അല്ലാതെ ഒറ്റ മനുഷ്യൻ ലോകത്തുള്ളൂ. ഈ ചന്ദ്രനിൽ പോയത് അത് ആദ്യം നീല യൂറി അല്ലാതെ ആദ്യം കാലുകുത്തിയാലും അറിയാം. ചന്ദ്രൻ ആദ്യം കാലുകുത്തിയത് നീ രാഷ്ട്രം. അന്ന് മുതൽ യൂറിക്കാരൻ ആരോട് കണക്കാക്കുന്നത് നീല രാഷ്ട്രം കണക്കാക്കും. എന്നാൽ ലോകത്ത് അങ്ങനെ ഇല്ലാത്ത ഒറ്റ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് എവറസ്റ്റ് കണ്ടുപിടിച്ചവരാ. എവറസ്റ്റ് ആദ്യം പോയതാരാ? ഹിലാരിയും ടെൻസിംഗും. ആർക്കെങ്കിലും അറിയാം ആരാ ആദ്യം കാലം കുത്തിയത്? ആരാ? ആരും ആർക്കും അറിയത്തില്ല. അവർ ഇന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ ആരെങ്കിലും ഒരാളാണ് ആദ്യം എന്ത് ചെയ്തത്? കാല് കുത്തിയത്. പക്ഷെ അവർ തീരുമാനിച്ചു ആരാ ആദ്യം കാല് കുത്തിയത് എന്ത് ചെയ്യണ്ട, പറയണ്ട. അങ്ങനെ ഒരാളേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത് ഞാൻ ഒരാളെ കണ്ട വേദപുസ്തകത്തില്ല. യോഹന്നാൻ പത്രോസിന്റെ ഈ കല്ലറയിലോട്ട് എന്ത് ചെയ്തു? ഓടി. യോഹന്നാൻ സൂചന പറയുന്നത് മറ്റേ ശിഷ്യൻ യോഹന്നാൻ പ്രത്യേകതാണ്. ഏത് പേര് പറയത്തില്ല, യോഹന്നാൻ. മറ്റേ നമ്മളാണ് പറയുന്നത് അതിലൂടെ ആദ്യം ചെന്നത് ആര് 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 ഞാൻ ഓടി ഇവിടെ ചെന്നു അവിടെ ചെന്നു. പക്ഷെ യോഹന്നാൻ എന്ന് പറയത്തില്ല, ഞാൻ പറയത്തില്ല, മറ്റേ ശിഷ്യൻ. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അത്ര വലിയ ഇഷ്ടമായിരുന്നു, അത് പറയാം. അവൻ ഓടി അവിടെ ചെന്നിട്ട് എവിടെ നിന്നു? കല്ലറയ്ക്ക് നിന്നു. പുറകെ ആരോടി വന്നു? പത്രോസിനോട് പറഞ്ഞു ഇവിടെ കയറിക്കോളാൻ, അകത്ത് കയറിക്കോളാൻ. ഒന്നാമൻ ഓടി വന്നിട്ട് ആരായി? രണ്ടാമനായി. നോക്കണമേ, പത്രോസിന്റെ ഒക്കെ യോഹന്നാന്റെ വെളിപ്പാട് നോക്കി. അപ്പം നോക്കുക, ഇവിടെ അബ്രഹാമിന്റെ അകത്തുള്ള പ്രശ്നത്തിൽ, ആ സാമ്പത്തിക പ്രശ്നത്തിൽ ആര് വിട്ടുവീഴ്ച ചെയ്തു? അബ്രഹാം. ഇന്നും ദൈവം അറിയപ്പെടുന്നു ആരുടെ പേര്? സ്വന്തം ചെയ്തിട്ട്. അത് കഴിഞ്ഞപ്പോ ലോകത്ത് അവനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയ ലോകത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയിട്ട് അവനെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാം ആർക്ക് വേണ്ടി ഇടിവിക്കായി? ലോകത്തിന് വേണ്ടി ഇടിവിക്കാൻ. ശത്രുവിന് വേണ്ടി എവിടെ നിൽക്കുക? ഇടിവ് നിൽക്കുക. അവന്റെ പേരിൽ ആരറിയപ്പെടുന്നു? ദൈവം. വീഴ്ചകളുണ്ടോ? ഉണ്ട്. സ്വന്തം ഭാര്യയും കൊണ്ട് പോയപ്പോൾ ചോദിച്ചിട്ട് ആരാ ചോദിച്ചപ്പോ അബ്രഹാം എന്തോ പറഞ്ഞേ? പെങ്ങള. ആ മനുഷ്യനോട് ജീവിതത്തിൽ എവിടെയെങ്കിലും ഊരിറപ്പിച്ച് പോകാനും അത്ര ഒരു സാധനമാണ് വിശ്വാസികളുടെ. എന്നിട്ടും ദൈവം പറയാ ഇവന്റെ പേരിലാണ് ഞാൻ അറിയപ്പെടും. എന്താ കാര്യം? അവന്റെ ആ മനോഭാവം, അബ്രഹാമിന്റെ മനോഭാവം ദൈവം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. നമ്മളാണ് വീക്ക്നെസ്സെ നോക്കത്തുള്ളൂ. ദൈവം നോക്കിയത് അവന്റെ പോസിറ്റീവ് ക്യാരക്ടേഴ്സ്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് ഈ അബ്രഹാമിനെ ലോകത്തിനെ പിടിച്ചുകൊണ്ട് പോയെന്ന് അറിഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ ജനിച്ചു പറഞ്ഞ 316 അഭ്യാസനം കൊണ്ട് അബ്രഹാം എന്ത് ചെയ്യാൻ പോയി? യുദ്ധം ചെയ്യാൻ പോയി ലോകത്തിനെ പിടിച്ച് തിരിച്ചെടുത്തോണ്ട് വരികയാണ്. തിരിച്ചെടുത്തോണ്ട് വരുമ്പോഴാണ് ആര് എതിരേറ്റ് വരുന്നത്? ആരാണ്? മൽക്കീസേദെക്ക് എന്ന് പറയുന്ന രാജാവ്. അത് ആർക്ക് തുല്യനാണ്? ദൈവത്തിന് തുല്യനാണ്. മൽക്കീസേദെക്ക് ഒരേ സമയം രാജാവുമായിരുന്നു, പുരോഹിതനും. ആ അബ്രഹാമിന് ദൈവം മൽക്കീസേദെക്ക് എതിരേറ്റ് വന്നിട്ട് എന്ത് കൊടുത്തെന്നറിയാം? അപ്പവും വീഞ്ഞും കൊടുത്തു. അപ്പവും വീഞ്ഞും കൊടുത്തു. ഇതിനെ ഈ അപ്പവും വീഞ്ഞും കൊടുത്തു. നിഴൽപ്പൊരുൾ പഠനം എന്ന് പറയുന്നുണ്ടല്ലോ. പഴയ നിയമം നിഴലായിട്ട് പുതിയ നിയമത്തെ പൊരുളായി. അങ്ങനെ നോക്കിയാൽ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ എന്തെടുത്ത് കൊടുത്തു? അപ്പവും വീഞ്ഞും. ക്രിസ്തുവിന്റെ നടക്കാൻ പോകുന്ന കാൽവരി യാഗത്തിന്റെ ഒരു വെളിപ്പാട് ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. ഏത് അബ്രഹാമിന്? തന്നെ വഞ്ചിച്ച് നശിപ്പിച്ച ശത്രുവിനെ തേടിപ്പോയി അവനെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന ആ അബ്രഹാമിനാണ് ദൈവം ക്രിസ്തുവിന്റെ ഒരു വെളിപ്പാട് കൊടുക്കുന്നത്. നോക്കണമേ, ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ശകാരത്തിന് പകരം ശകാരവും തിന്മയ്ക്ക് പകരവും തിന്മയും ചെയ്യാമോ. നിങ്ങളെ ശപിക്കുന്നവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഈ സന്ദേശം വെളിപ്പെടുത്തിയ അബ്രഹാമിന്റെ പേരിൽ ഇന്നും ആരറിയപ്പെടുകയാ? ദൈവം അറിയപ്പെടുക. കർത്താവിന് എല്ലാവരും നന്ദി പറഞ്ഞാണ്. അബ്രഹാമിന്റെ പേര് ദൈവം അറിയപ്പെടുകയാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അബ്രഹാമിന് ആരെ കൊടുത്തു? ഏകജാതനായ പുത്രനെ കൊടുത്തു. ആരാണ്? ഇസ്ഹാക്ക്. ഈ ഇസ്ഹാക്കിനെ കൊണ്ട് യാഗം കഴിക്കാനായിട്ട് പോവുകയാണ്. ദൈവം അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഏകജാതനായ പുത്രനെ നീ എന്ത് ചെയ്യണം? യാഗം തരണം. ഇത് കാൽവരിയിൽ ഒരു വെളിപ്പാട് കാണുകയാണ്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹം എപ്പോഴും കൊടുക്കുന്നതാണ്, സ്നേഹം എടുക്കുന്നതല്ല. സ്നേഹം എന്ത് ചെയ്യും? കൊടുക്കും. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ദൈവം ആരെ കൊടുത്തു? ഏകജാതനായ പുത്രനെ കൊടുത്തു. സ്നേഹം എടുക്കത്തില്ല, സ്നേഹം എന്ത് ചെയ്യാൻ തുടങ്ങും? കൊടുക്കാൻ തുടങ്ങും. അങ്ങനെ അവരോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ നീ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. യാഗം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം കഴുതയ്ക്ക് കൂപ്പിട്ടു. എന്നിട്ട് കഴുതയെ കൂട്ടിക്കൊണ്ട് ഇസ്ഹാക്കിനെയും കൊണ്ട് എവിടോട്ട് വരികയാണ്?
മോറിയായിലേക്ക് പോവുകയാണ്. എന്തിന്റെ പുറത്താ? കഴുതക്കുട്ടിയുടെ കഴുതയുടെ പുറത്താണ്. ഇത് എന്തിന്റെ വെളിപ്പാടമാണ്? ഏകജാതനായ പുത്രൻ കാൽവരിയിൽ യാഗമാകാൻ വരുന്നത് എന്തിന്റെ പുറത്താണ്? കഴുതയുടെ പുറത്താണ്. കഴുതയുടെ പുറത്ത് വന്നിട്ട് അവിടെ താഴെ വന്നു നിന്നു. താഴെ വന്നിട്ട് ബാല്യക്കാട് പറഞ്ഞു, നിങ്ങൾ എവിടെ നിൽക്കണം? ഈ കഴുതയുമായിട്ട് ഇവിടെ നിൽക്കണം. ഞങ്ങൾ അവിടത്തോളം പോയി എന്ത് കഴിക്കട്ടെ? യാഗം കഴിക്കട്ടെ. അപ്പനും മോനും തനിച്ചാണ് പോകുന്നത്. യേശു കാൽവരിയിലേക്ക് പോകുമ്പോൾ അങ്ങനില്ല, ആരുമില്ല. എല്ലാവരും കൈവിടപ്പെട്ടവനായി ഒറ്റയ്ക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നു, ഈ അബ്രഹാം വിറകെടുത്ത് ആകെ തോളി വെച്ചു, ഇസ്ഹാക്കിന്റെ തോളി വെച്ചു. നോക്കണമേ, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, അതിന്റെ തിയോളജിക്കൽ ലെവല് എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു ആശയത്തെ ഞാൻ പറയുകയാണ്. നോക്കണമേ, യേശു കാൽവരിയിലേക്ക് കടന്നു പോകുമ്പോഴും എന്തുണ്ട്? ആരാ കുരിശെടുത്തത്? യേശു തന്നെയാണ്. ഇസ്ഹാക്കിന്റെ ചുമലിലേക്ക് എന്ത് വെച്ചു കൊടുത്തു? വെള്ളം, വിറക് വെച്ചു കൊടുത്തു. അങ്ങനെ മോറിയായുടെ മുകളിൽ ചെന്നിട്ട് ഈ യൗവനയുക്തനായ ചെറുപ്പക്കാരനെ യാഗപീഠത്തിന്മേൽ കടത്തുകയാണ്. അവൻ മിണ്ടാതെ കിടന്നു. കാൽവരിയിലേക്ക് നോക്ക്, ഏകജാതനായ പുത്രൻ നോക്കുകയാണ്. അവന് രോമം കത്തിരിക്കുന്ന നടുവിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു എവിടെ കിടക്കുകയാണ്? കാൽവരിയിൽ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കണം, ഈ അബ്രഹാം കത്തിയെടുത്തു. ആരെ കുത്താൻ? ഇസ്ഹാക്കിനെ കുത്താൻ. പെട്ടെന്നൊരു വിളി. എന്താണ് വിളിച്ചത്? അബ്രഹാമേ, അബ്രഹാമേ, അബ്രഹാമേ എന്നല്ല വിളിച്ചത്. അബ്രഹാമേ, അബ്രഹാമേ. രണ്ട് വിളി വിളിച്ചു. അതിന് രണ്ട് ആശയങ്ങളെ കാണാൻ കഴിയും. ഒന്ന്, ഈ രണ്ട് വിളി നോക്കിക്കോണം, അത് യേശുവിന്റെ വിളിയാണ്. ശീമോനെ, ശീമോനെ, യെരൂശലേമേ, യെരൂശലേമേ, ആമേൻ, ആമേൻ. ഈ ഡബിൾ വിളി എപ്പോഴും ആരുടേതാ? യേശുവിന്റെ. ഞാൻ വിശ്വസിക്കുകയാണ് യേശുവിന്റെ ഡെത്ത് പോലും സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഡെത്താണ്. നമുക്ക് പകരക്കാരനായിട്ടാണ് ആര് മരിച്ചത്? യേശു മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇസ്ഹാക്കിനോട് പറയുകയാണ്, നീ മരിക്കണ്ട, അവനെ കൊല്ലണ്ട, അവന് പകരം ഇതാ ഒരാട് കൊല്ലപ്പെടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. കാൽവരിയിലേക്ക് നമ്മൾ നോക്ക്, നമുക്ക് പകരം ഒരുവൻ യാഗമായി കിടക്കുകയാണ്. നീയും മരിക്കേണ്ട സ്ഥാനത്ത് ഇതാ നമുക്ക് പകരം ഒരുവൻ കിടക്കുകയാണ്. നമുക്ക് പകരക്കാരനായി നമ്മുടെ പാപം പേറിക്കൊണ്ട് കാൽവരിയിലേക്ക് ഒരു ഏകജാതൻ പോകുകയാണ്. ഇത് മനസ്സിലാകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാറ്. ആരോടാണ് ദൈവം ഈ വെളിപ്പാട് ലോകത്തിന് കൊടുക്കുന്നത്? കണ്ണുമടച്ച് ദൈവത്തെ വിശ്വസിച്ച് അനുസരിക്കാൻ തയ്യാറായ ഒരുവരിൽ കൂടെ മാത്രമേ ദൈവത്തിന്റെ പദ്ധതികളെ ദൈവത്തിന്റെ ലോകത്ത് വെളിപ്പെടുത്താൻ ഒക്കത്തുള്ളൂ. കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കാൻ ദൈവത്തെ കണ്ണുമടച്ച് അനുസരിക്കാൻ തയ്യാറായ ഒരു അബ്രഹാമിലൂടെ വലിയ വെളിപ്പാടുകൾ ദൈവം കൊടുക്കുകയാണ്. അബ്രഹാമേ, അബ്രഹാമേ. ഞാൻ പക്ഷേ അവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ ദൈവം എനിക്ക് മറ്റൊരു വെളിപ്പാട് അവിടെ തന്നു. അബ്രഹാമേ, അബ്രഹാമേ വിളിക്കുന്ന ഒരു പിതാവാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എന്താണ് ഈ നമ്മൾ പേടിച്ചിട്ടൊരു വിളിയുണ്ട്. നമ്മുടെ കൊച്ചങ്ങോട്ട് നടന്നു പോകുന്നു, വണ്ടി ഇങ്ങോട്ട് വരുന്നു, കൊച്ചിനെ എന്തോ ഇടിക്കും? വണ്ടി ഇടിക്കും. ഇവിടുത്തെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ആവശ്യമില്ലാതെ തുമ്മാൻ പോലും ഒക്കത്തില്ല. കൊച്ചയൊന്നും എന്ത് ചെയ്യരുത്, വെക്കരുത്. അപ്പൊ നമ്മൾ എന്താ വിളിക്കും? കൊച്ചിനെ വണ്ടി ഇടിക്കാൻ വേണ്ടി കൊച്ചു വരുന്നു. അപ്പൊ നമ്മൾ എന്താ പറയും? കുഞ്ഞെ, ബി കെയർഫുൾ, വെഹിക്കിൾ ഈസ് കമ്മിങ്, സോ ഡേഞ്ചറസ് എന്ന് പറയുമോ? എന്താ വിളിക്കും? എന്തോ വിളിക്കുന്നു? മോനെ. അപ്പൊ നമ്മൾ പ്രോട്ടോകോൾ എല്ലാം എന്ത് ചെയ്തു? നമ്മൾ മറന്നു പോകും. നമ്മൾ ഇന്ത്യ UK ആകുന്നതിനുള്ള കാര്യമേ നമ്മളെ തന്നെത്താൻ ഇടിക്കുന്നു. എന്റെ ദൈവമേ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് ഇടിച്ചത് തലത്തെ ഇടിക്കുന്ന സംസ്കാരം ആണെന്നല്ല. പിന്നെ ഒരു വാക്യമാണ് ഗതദേശത്തെ ഭൂതൻ. അവനെങ്ങനെ തന്നെത്താൻ എന്ത് ചെയ്യണം? കുതിരയ്ക്ക്. അപ്പൊ ഭൂതം കയറിയതൊക്കെ എന്ത് ചെയ്യും? ഒരിക്കലെങ്കിലും തന്നെത്താൻ ഇടിക്കത്തുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് എന്തിനാ കള്ളം പറയാം? നമ്മൾ ചില തെറ്റാന്നറിയാമെങ്കിൽ ചില വികാരത്തിൽ എന്ത് ചെയ്ത് പോകുന്നതാണ് സംഭവിച്ചു. അത് ഇപ്പോഴൊന്നും അല്ല, കൊഞ്ഞിലാണ്. അപ്പോൾ നമുക്ക് ഈ വികാര വിക്ഷോഭങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ പ്രകടന ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തണം, എന്നും തന്നെ തള്ളിക്കരുത്. അത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ ആ സ്വഭാവങ്ങൾ എന്ത് ചെയ്യണം? മാറും. നമുക്കിത് തെറ്റാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് നന്നാകാനുള്ള മാർഗം. അപ്പോൾ കർത്താവ് എനിക്ക് ഇങ്ങനെ ബലഹീനതയുണ്ട്, ദൈവം എന്നെ ആ വിഷയത്തിൽ ജയിപ്പിക്കണം. ഈ വലിയ മനുഷ്യരൊക്കെ തോക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലേ? വലിയ മനുഷ്യരായിരിക്കും, പക്ഷെ അവിടെ തോക്കും ചെറിയ കാര്യങ്ങൾ നമ്മൾ തോന്നും. പക്ഷെ നമ്മൾ ഈ നോക്കുക, അബ്രഹാമിലൂടെ നമ്മൾ വെളിപ്പെട്ട് വരുന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം. അബ്രഹാം ഈ നമ്മൾ രണ്ടു കൂടി വിളിക്കുന്നത് എപ്പോൾ ചെയ്യുമ്പോഴാണ്? പേടിക്കുമ്പോൾ. അങ്ങനെ ആണെങ്കിൽ ഈ സ്വർഗം അവിടെ എന്ത് ചെയ്യുമ്പോൾ സ്വർഗം പേടിച്ചു പോയി. കാരണം ഈ അബ്രഹാം കത്തി എടുത്തത് എന്ത് ചെയ്യാനല്ല, ഓങ്ങാനൊന്നും അല്ല, പിന്നെ എന്ത് ചെയ്യണം?
കുത്താന. ഞാനായിരുന്നെങ്കിൽ സ്വർഗം വിളിച്ചേനെ. ഞാനായിരുന്നെങ്കിൽ സ്വർഗം വിളിക്കൊന്നും വേണ്ട. ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വിളിച്ചായിരുന്നോ? അല്ല എന്നാ അല്ല, എനിക്കൊരു തോന്നൽ വിളിച്ച പോലെ വിളിക്കൊന്നും വേണ്ട. നമുക്ക് എന്താ തോന്നും വിളിച്ചെന്ന്. പക്ഷെ അബ്രഹാം കത്തിയെടുത്തപ്പോ സ്വർഗം ഞെട്ടി. അബ്രഹാമേ, അനുസരണത്തിൽ സ്വർഗത്തെ ഞെട്ടിപ്പിച്ച അവന്റെ പേരിൽ ഇന്നും ദൈവം അറിയപ്പെടുന്നു. അനുസരണത്തിൽ സ്വർഗത്തെ ഞെട്ടിപ്പിച്ച ഒരുവന്റെ പേരിൽ ദൈവം അറിയപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അവന്റെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ രചിക്കുന്നില്ല. ഒന്ന് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്ത അബ്രഹാമിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്, കർത്താവ് അറിയപ്പെടുന്നത്. എന്നിട്ട് അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിനെ കൊടുക്കുന്നു. ഇസഹാക്കിനെ നമ്മൾ കാണുകയാണ്. ഇസഹാക്ക് പ്രായപൂർത്തിയായപ്പോൾ അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ തപ്പും. ആ ചരിത്രത്തിലൂടെ ഞാൻ പെട്ടെന്ന് പോകും. ദൈവമാണ് ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും. എന്നിട്ട് ആ അമ്മമാരിലൂടെ ആ സന്തതികളുടെ വെളിപ്പെടൽ വരികയാണ്. അവിടെ ദൈവം ഇസഹാക്കിന് വേണ്ടി ആരെ ഒരുക്കി? റിബേക്കയെ ഒരുക്കി, അല്ലേ? ആരെ ഒരുക്കി? റിബേക്ക ഒരുക്കി. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ് എന്തിനാണ് റിബേക്ക കണ്ടുപിടിച്ചത്? ദൈവം എന്നോട് വെളിപ്പെടുത്തിയ ഒരു ചിന്തയുണ്ട്. ഈ അബ്രഹാം ആരോട് പറഞ്ഞു തപ്പിപ്പോകാൻ? എലയാസറിനോട്. സത്യത്തിൽ എലയാസർ ആർക്ക് നിഴല? എലയാസർ പരിശുദ്ധാത്മാവിന് നിഴല. അബ്രഹാം ആർക്ക് നിഴലാണ്? ദൈവത്തിന് നിഴലാണ്. ഇസഹാക്ക് ആർക്ക് നിഴല? യേശുവിന് നിഴല. അങ്ങനെയാണെങ്കിൽ ഈ പുത്രനാം തമ്പുരാന് പിതാവാകുന്ന ദൈവത്തിന്റെ പുത്രനാം തമ്പുരാന്റെ മണവാട്ടിയാണ് ആര്? സഭ. ആ സഭയെ ഒരുക്കുന്നത് ആരാ? പരിശുദ്ധാത്മാ. അപ്പൊ ആ പരിശുദ്ധാത്മാവിന് നിഴലായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ ഒരാളെ കാണുന്ന ആരെ? അല്ലേ? അപ്പം നോക്കണമേ, എനിക്ക് തോന്നില്ല അതിനകത്ത് തിയോളജിക്കൽ എററുണ്ട്. അപ്പൊ അങ്ങനെ ഈ എലയാസർ പോവുക. അപ്പൊ എലയാസർ പോയപ്പോ എലയാസറിനോട് അബ്രഹാം പറഞ്ഞു, നീ ഒറ്റ കാര്യം ചെയ്യണം, എന്റെ ചാർച്ചക്കാരിന്ന് എന്റെ മോൻ എന്തെടുക്കണം? ഭാര്യ എടുക്കണം. അങ്ങനെ എലയാസർ 10 ഒട്ടകത്തെ കോപ്പിട്ടൊക്കെ നിർത്തി 10 ഒട്ടകവുമായിട്ട് പോവുകയാണ്. 10 ഒട്ടകം. എത്ര ഒട്ടകം? 10 ഒട്ടകം. അപ്പൊ അങ്ങനെ പോയിട്ട് ഈ പെൺകുട്ടികളെല്ലാം കൂടെ എവിടെ വന്നു? വെള്ളം പോരാ. അപ്പം ആ പഴയ കാലത്തെ ഒരു ചിത്രമാണ് പലസ്തീന്റെ ഒരു ചരിത്രത്തിൽ. അല്ല, നമുക്ക് ഇപ്പോഴും തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ കാണാം, ഇപ്പോഴും സ്ത്രീകൾ ഇവിടെ വരും വെള്ളം പോരാതെ. എന്താ പറയുക? കുടവുമായി. അത് ഭയങ്കര രസമാണ്. അങ്ങനെയാണ് ഈ പിന്നെ നമ്മളെ പഴയ ചിത്രകാരന്മാരെല്ലാം സ്ത്രീകളെ വരയ്ക്കുന്നത് എന്താ എടുത്തോണ്ട് വരുന്ന? കുട എടുത്തോണ്ട് വരുന്ന. കുട എടുക്കാൻ വേണ്ടി ദൈവം അവർക്കൊരു പ്രത്യേക കനിഞ്ഞറിയ ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് അറിയാം? ഇടുപ്പ്. അത് 2 കാര്യത്തിനാണ്. കുഞ്ഞിനെ എടുക്കാനും കുട എടുക്കാൻ. പക്ഷെ നമ്മൾ ഈ കുഞ്ഞിനെ കൊട്ടയ്ക്കകത്തിട്ടൊന്നും നടക്കുകയല്ലേ. കുഞ്ഞിനെ എവിടെ ഇരിക്കണം? ഇടുപ്പിയിരിക്കണം. അത് എന്തിനാന്ന് ചോദിച്ചാൽ കുഞ്ഞ് ഞെട്ടാതിരിക്കാൻ. കുഞ്ഞിന് ഞെട്ടലുണ്ടാകാതിരിക്കണമെങ്കിലും, അതിന് ജീവൻ ഉണ്ടാകണമെങ്കിലും, അതിന് ആത്മബോധം ഉണ്ടാകണമെങ്കിലും സ്പർശനം എന്ന് പറയുന്ന ഒന്നുണ്ടാകും. ഈ കുഞ്ഞിനെ നമ്മൾ നെഞ്ചോട് തേർന്നെടുക്കുമ്പോൾ കുഞ്ഞിനൊരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകും. ഇത് എവിടെ കിടക്കുക? കൊട്ടയ്ക്കകത്ത് കിടക്കുക. അതിനെന്തോ സെക്യൂരിറ്റി. അതിന് ആകെപ്പാട് ലോകത്തറിയാവുന്ന ഒറ്റ ആളെ ഉള്ളൂ. ആരാ? അമ്മ. അല്ല, വേറെ ആരെയും അറിയാം? അറിയാം. ആരെ അറിയാമോ? കൊട്ട. ഈ കൊട്ടയ്ക്കകത്ത് കിടക്കുന്ന കുഞ്ഞിന് എന്തോ ഉണ്ടാകത്തില്ല കേട്ടോ മോളെ. ഈ പാടാതെ ഇതിന്റെ നെഞ്ചോട് അങ്ങ് വെക്കണം. അപ്പൊ ഈ ഞാൻ അപ്പുറം പറയുന്നത് ഞെട്ടത്തില്ല. ആരുടെ കയ്യിലാണ്? കൊച്ചിന്റെ അമ്മയുടെ കയ്യിലായിരിക്കും. സൗകര്യപൂർവ്വം നമ്മൾ ഇതെല്ലാം വിസ്മരിച്ചു. അങ്ങനെ വണ്ടിക്കകത്തിട്ട് കൊച്ചിനെ എന്ത് ചെയ്യാം? തെളിയുക. പോട്ടെ, ഇടയ്ക്കെങ്കിലും ഒക്കെ എവിടെ വെക്കണേ? ചേർന്നത്. പക്ഷേ ഇവിടുത്തെ അപ്പോഴേ കൊച്ചിനെ കൊണ്ട് എവിടെ എന്ത് ചെയ്യും? മാറ്റിക്കിടക്കുമ്പോൾ രാത്രി ഞെട്ടാതിരിക്കാനൊക്കെയാണ്. അപ്പൊ ഞെട്ടുമ്പോഴാണ് അടുത്ത ആരെങ്കിലും ഉണ്ടെന്നോ? നമുക്ക് ഇപ്പോഴും പേടിയില്ല. നമ്മൾ ആരും പേടി തലവണ എന്ത് ചെയ്യും? ഇത്രയും സത്യം പറയുന്നു. സ്നേഹത്തിൽ സത്യം സംസാരിക്കും. ഇപ്പഴേ നമുക്ക് ആരും ഇല്ലെങ്കിൽ എന്തെങ്കിലും വേണം, തലവണയെങ്കിലും വേണം. വേണ്ടേ? നമുക്ക് തലവണ ഉള്ളത് കൊണ്ടല്ല, പക്ഷെ തലവണയെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ, ഒരു ഉറപ്പ് കിട്ടുക. എന്തെങ്കിലും ഉണ്ടല്ലോ മനുഷ്യത്തേക്കുള്ളത്. വലിയ പുള്ളികളാണ് ആരും എവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും വേണം. വേണം. നമ്മൾ അറിയാതെ നമ്മളെല്ലാം മനുഷ്യരല്ലേ. അപ്പം ഈ എവിടെ ഞാൻ വന്നത്? ഒട്ടകവുമായി. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളം പോരാ. അപ്പൊ എത്ര ഒട്ടകമുണ്ട്? 10 ഒട്ടകം. ശ്രദ്ധിക്കണേ. ഈ റിബേക്ക. അപ്പൊ ഈ എലയാസർ പറഞ്ഞു, എന്റെ ചെറുക്കൻ, എന്റെ യജമാന്റെ മോനെ ഒരു പെൺകുട്ടിയെ ഞാൻ വിളിക്കും. പക്ഷെ കണ്ടീഷൻ, ഞാനിപ്പോ പറയും എനിക്ക് ഇച്ചിരി എന്തോ വേണം? വെള്ളം വേണം. അപ്പൊ അവള് പറയണം, നിനക്ക് മാത്രമല്ല നിന്റെ എന്തിനൂടെ തരാം? ഒട്ടകത്തിലൂടെ. ഇതാ പഴയ ചരിത്രമാണ്, നമ്മുടെ സംസ്കൃതി പഠിക്കണം. എന്തോ തരാം? ഒട്ടകത്തിലൂടെ തരാം. നമ്മൾ പറഞ്ഞപ്പോ തീർന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം നോക്കണം, ഒരു ഒട്ടകം എത്ര ലിറ്റർ വെള്ളം കുടിക്കും?
60 ലിറ്റർ വെള്ളം ഒരു നേരം കുടിക്കും. പോട്ടെ, 100 ലിറ്റർ വെള്ളം കുടിക്കുക. 10 ഒട്ടകത്തിന് കൂടെ എത്ര ലിറ്റർ വെള്ളമായി? 1000 ലിറ്റർ വെള്ളം. 1000 ലിറ്റർ വെള്ളത്തില് ഇവ ഒരു കുളത്തിൽ എത്ര ലിറ്റർ വെള്ളമായിരിക്കും? എത്ര എടുക്കും? നമ്മൾക്കാണ് പോട്ടെ, 10 എടുത്തു. 10 എടുക്കണമെങ്കിൽ 10 ഒട്ടകത്തിന് 100 ലിറ്റർ വെച്ച് എത്ര കുളം വേണം? 10 × 10 100 മിനിമം. പോട്ടെ, ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ റിബേക്ക എന്തോ ചെയ്യണം? അവള് കിണറ്റിലേക്ക് എന്ത് ചെയ്യുന്ന ഓടി ഇറങ്ങി. അപ്പൊ അതെന്തോ വേണമായിരുന്നു? സ്റ്റെപ്പ്. പഴയ നിയമ പരസ്യന്റെ ഒരു ചിത്രമാണ്. സ്റ്റെപ്പുള്ള കിണറുകളാണ്. അപ്പൊ 100 വട്ടം ഇവള് കുടം ചുമ്മി എന്ത് ചെയ്തു? കേറി ഇറങ്ങി. എലയാസറെ, യജമാനന്റെ മണവാട്ടിയെ തപ്പുന്ന ഉഴപ്പികളെ അല്ല, തമ്പുരാന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ള അവരെയാണ് ആത്മാവ് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾ ഓടി കയറുകയാ. എത്ര വട്ടം? കുറഞ്ഞ 100 വട്ടം കയറി ഇറങ്ങിയപ്പോ പച്ചയ്ക്ക് പറഞ്ഞ അവിടെ കാലിന്റെ ഇടപാട് തെറ്റിക്കാം, കണ്ണയ്ക്ക് വേദന ഉണ്ടായിക്കാം, ഇല്ലേ? അപ്പോഴത്തേക്ക് കൂട്ടുകാരെ വല്ലതും പറഞ്ഞു, നീ നിറഞ്ഞ പൊക്കോ, വരുന്നവാ, ഞങ്ങൾ ചേർന്നാൽ എന്ത് ചെയ്യാം? പോവാ. അവിടെ ഒട്ടകം, വെള്ളം. ഇവളോട് ചോദിച്ചോ? പറ, ചോദിച്ചോ? ഇല്ല. യജമാന്റെ മനസ്സറിഞ്ഞ്. ആരുടെ മനസ്സ്? ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നതാണ് ആ ആത്മീയ അച്ചടക്കം. പിതാവിന്റെ ആഗ്രഹം മനസ്സിലാക്കി കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെട്ട് വെള്ളം കോരിക്കൊണ്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയാക്കി ഇവൻ തന്നെ എന്റെ ഇസഹാക്കിന് മണവാട്ടി. പിന്നെന്താ കേറി വന്നപ്പോളെ അവളെ എന്തോ അണിയിച്ചു? പന്നണി മാലയെല്ലാം കിട്ടും, മുദ്രമോദരമൊക്കെ ഇങ്ങോട്ട് ഇട്ടു. ഈ കൂട്ടുകാരികൾ നോക്കി നിൽക്കുമ്പോ ഇവിടെ ഒട്ടകത്തിന്റെ പുറത്ത് കയറ്റി മാലയൊക്കെ ഇട്ട് കൊണ്ടുപോവുക. എന്താ അതിന്റെ കാര്യം? അവൾ ഒത്തിരി കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടുന്നത്, കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറെ അടിയിടി കൊണ്ട് മരിച്ചവർ അന്നാളിൽ അവൻ പന്നണി മാല എനിക്കവൻ തരും, ശുഭ്രവസ്ത്രം എന്നെ അവൻ ധരിപ്പിക്കും. ആരെ? കഷ്ടതയേറെ സഹിച്ചവരെ, കല്ലേറെ അടിയിടി കൊണ്ട് മരിച്ചവരെ. ഇത് ഈസി ഗോയിങ് ടാസ്ക് അല്ല, ഇത് ഈസി ഗോയിങ് ആയിട്ടുള്ള മാർഗമല്ല. കഷ്ടപ്പെടാൻ തയ്യാറാകുന്ന ഒരുവളെ മാത്രമേ അവന്റെ മണവാട്ടിയായിട്ട് ദൈവത്തിന് മതി. ദൈവത്തിന് സ്തോത്രം ചെയ്ത ഇന്ന് വന്ന് ദൈവസഭ എന്നൊക്കെ പറഞ്ഞ വളരെ ലൈറ്റായി ഞായറാഴ്ച ഒന്ന് പോയി അവിടെ ഇരുന്നു. അത് ഏതാണ്ട് വലിയ കാര്യം പോലെ നമ്മള് എന്താ ചെയ്തു? ഞാൻ എന്തോത്തിന് പോയി? ആരാധനയ്ക്ക് പോയി. ഈ ആരാധനയ്ക്ക് പോകുന്നത് നമുക്ക് വേണ്ടിയാണോ ദൈവത്തിന് വേണ്ടിയാണോ? ആരാധനയ്ക്ക് പോകുന്ന ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയൊന്നും അല്ല, ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ, അല്ലേ? നമ്മൾ കൊടുത്ത് നമുക്ക് വേണ്ടിയാ പോകുന്നത്. എന്നാൽ എക്സ്ട്രാ മൈൽ പോകുന്ന ഒരാളെ കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനായിട്ട് ഈ റിബേക്ക കഷ്ടപ്പെടുകയാണ്. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവളെ ദൈവം എന്ത് ചെയ്യുന്നു? മാനിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവം അവരിനോടൊരു പണി കൊണ്ടുപോവുകയാണ്. ആ പണിയിൽ ആ പ്രവൃത്തി നമ്മൾ കാണുന്നു. ഇസഹാക്കിന് 2 മക്കളുണ്ടായി. ആരൊക്കെ? ഏശാവും യാക്കോബും. എല്ലാ വീട്ടിലും ഉണ്ടായ ചെറിയ പ്രശ്നം ആ വീട്ടിലും ഉണ്ടായി. അമ്മയ്ക്ക് ആരെ ഇഷ്ടം? യാക്കോബിനെ ഇഷ്ടം. അച്ഛൻ ആരെ ഇഷ്ടം? യേശാവിനെ ഇഷ്ടം. നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നമില്ലേ? ഉണ്ട്. അച്ഛൻ ഇഷ്ടം ആരെയാ? മോനെയാണോ മോളെയാണോ? മോളെ. അപ്പായിക്ക് ഇഷ്ടം ആരെയാ? മോളെ. അപ്പായുടെ മോളും അമ്മയുടെ മോനും. ഇനി ചില വീട്ടിൽ അങ്ങനല്ല, അമ്മയും മക്കളും. അപ്പൊ അച്ഛൻ പറയുന്ന തള്ളയും മക്കളും കൂടെ എന്നാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഞാനെടുത്ത് എനിക്ക് വേണ്ട, എനിക്കൊന്നും അറിയാം, നിങ്ങൾ എന്നാന്ന് വെച്ചാൽ എന്ത് ചെയ്തു? കാണിച്ചോ. എന്നാന്ന് വെച്ചാൽ ചെയ്യേ, എന്നെ ഉപദ്രവിക്കായിരുന്നു, ഞാൻ ഒഴിഞ്ഞ സമാധാനമായി എന്നൊക്കെ പറയും. ആ വീട് ആരുടെ വീട്? ചെറിയ പ്രശ്നം. പക്ഷെ എന്നിട്ട് ദൈവം കാണുകയെന്നറിയാമോ? വീണ്ടും കിണറ് കുത്താൻ പോയപ്പോ ബരസിന് വഴക്കിന് വന്നപ്പോ വിട്ടുകൊടുക്കാൻ ആര് തയ്യാറായി? ഇസഹാക്ക് തയ്യാറായി. അങ്ങനെ അവസാനം ദൈവം അവരെ മാനിക്കുകയാണ്. അങ്ങനെ മാനിച്ചു കഴിഞ്ഞിട്ട് ഈ 2 മക്കളുണ്ടായി. ഈ 2 മക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായി. ആരൊക്കെ തമ്മിൽ? യേശാവും യാക്കോബ് വന്നിട്ട് പറഞ്ഞു, അവന്റെ കണ്ണ് എപ്പോഴും ഭൗതികത്തിലായി. അവന് ഒരു ദിവസം ഈ യേശാവ് വിശന്ന് വന്നപ്പോൾ പറഞ്ഞു, എനിക്ക് പായസം തരാമല്ലോ. പായസം തരാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പായസം തരാം, പക്ഷെ എന്താ തരണം? ജ്യേഷ്ഠ. ഈ ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ജ്യേഷ്ഠന് ഡബിൾ പോർഷൻ സ്വത്ത് കിട്ടും. അപ്പൊ ഇവന്റെ കണ്ണ് ജ്യേഷ്ഠാവകാശം ചേട്ടാന്ന് പിടിക്കാനല്ല, എന്തോ കിട്ടും? സ്വത്ത്. ചിലരുടെ എല്ലാത്തിലും അവർക്ക് എന്താ കണക്ക്? സ്വത്ത് ഇത്രയല്ല ഇവിടെ ഉണ്ട്. എന്നിട്ട് നാട്ടിലെ മുക്കാൽ ചക്രത്തിന് വഴക്കുണ്ടാക്കി. ഒരു സെന്റ് അവന് കൊടുത്തു, ഒരു സെന്റ്. ഈയിടയ്ക്ക് ഞാനും വന്നപ്പോൾ ഒരു പാസ് പറഞ്ഞു കേട്ടു. ഒരുത്തൻ പറഞ്ഞത്, ഞാൻ നാട്ടിൽ പോയി പാസ്റ്റേ, നാട്ടിൽ പോയിട്ടുണ്ടല്ലോ പാസ്റ്റേ. ഞാനാരാ? ഞാൻ വാശിയും കെട്ടും മോശമല്ല, ഞാൻ എൻ്റെ അപ്പനെ കണ്ടില്ല. എന്നെ കാര്യം അറിയാമോ? ഞാൻ അങ്ങനെ സ്വത്ത് വിധിച്ചപ്പോ എനിക്കുള്ളതെല്ലാം പെങ്ങൾക്ക് കൊടുത്തു. ഞാൻ അപ്പനെ എന്ത് ചെയ്തില്ല?
കാണാൻ പോയില്ല. ഞാനായ മോനറിയാം, ഞാൻ എന്ത് ചെയ്തില്ല, കണ്ടില്ല. ഈ അപ്പൻ ഇനി എത്ര നാൾ ജീവിക്കും? അപ്പൻ 70 വയസ്സുണ്ടെന്ന് വെച്ചു. ഇനി അയാൾ കൂടി ഒന്ന് 5 വർഷം കൂടി ജീവിച്ചാൽ എത്ര ദിവസമുണ്ട്? ചുമ്മാ കണക്ക് കൂട്ട്. 3 15, 6 30, ഒരു 1500 ദിവസമേ ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോകുന്നു? ജീവിക്കാൻ പോകും. ഈ 1500 ദിവസം ജീവിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾ ദിവസം ലൈക്കായി 1 മിനിറ്റ് വെച്ചാൽ എത്ര മിനിറ്റ് കഴിഞ്ഞു? 1800 മിനിറ്റ്. 10 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ എത്ര മിനിറ്റ് വിളിക്കാം? 1000 മിനിറ്റ് വെക്കാം. ഒരു വയസ്സ് പെൻഷൻ വിളിക്കാം. അപ്പൊ 15 രൂപയ്ക്ക് നിങ്ങൾക്ക് 5 വർഷം അങ്ങനെ വിളിക്കാം. വിളിക്കത്തില്ലയോ? പക്ഷെ വിളിക്കത്തില്ല. ഇങ്ങനെ ഇനി ഇത്ര നാളെ എന്ത് ചെയ്യാൻ പോകുന്നു? ജീവിക്കാൻ പോകുന്നു. വിട്ട് കളയുന്നേ. പക്ഷെ ഇവരെന്താ വേണം? പൈസ. യാക്കോബ്. അപ്പൊ യാക്കോബ് ഇവരിന്ന് ഈ വഴക്കുണ്ടാക്കിയിട്ട് ഈ അവസാനം എന്തോ തപ്പി ജ്യേഷ്ഠാവകാശം മേടിച്ചു അല്ലേ? ആ വീട്ടിൽ ജ്യേഷ്ഠാവകാശം. ഈ ജ്യേഷ്ഠാവകാശം മേടിച്ചു കഴിഞ്ഞിട്ട് ഇവൻ ഒറ്റ പോക്ക് പോയി. എവിടെ പോയി? ലാബാന്റെ വീട്ടിൽ. ഞാൻ വേഗത്തിൽ ലാബാന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് 2 ഭാര്യമാരെ കിട്ടി. ആരെയൊക്കെ? ആദ്യം ആരെ കൊടുത്തു? ലേയെ കുറിച്ച് ഒറ്റ വാക്കാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ കണ്ണിന് ശോഭ. കണ്ണിന് ശോഭ എന്നുള്ളത് ഒരു പശുക്കണ്ണി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. കാരണം മനുഷ്യന്റെ സൗന്ദര്യം പൊതുവെ എവിടെ കിടക്കുന്നത്? കണ്ണിലാണ്. ഇവിടെ കണ്ണിന് സൗന്ദര്യമില്ല, അതുകൊണ്ട് അവർക്ക് അഴകില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തണം, ദൈവം അവിടെ ഗർഭത്തെ തോന്നും. യഹൂദായും ലേവിയും 2 ഗോത്രം. യഹൂദ ഗോത്രത്തിലൂടെയാണ് എന്തോ വന്നത്? യേശു വന്നത്. ലേവി ഗോത്രത്തിലൂടെയാണ് പൗരോഹിത്യം വന്നത്. ഈ 2 ഗോത്രത്തെയും ചുമക്കാനുള്ള ഭാഗ്യം ദൈവം ആർക്കാണ് കൊടുത്തത്? ദൈവം പ്രിയമുള്ളവരെ, ലോകം തള്ളിയതിനെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ലോകത്തിന്റെ ദൃഷ്ടി ഭോഷകമായി ആര് തെരഞ്ഞെടുക്കുന്നത്? ദൈവം തെരഞ്ഞെടുക്കും. അങ്ങനെ ലേവി ഗോത്രത്തെയും യഹൂദ ഗോത്രത്തെയും ഈ ലേയ ചുമക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടുത്ത റാഹേലിനെ കാണുകയാണ്. റാഹേലിന്റെ മച്ചിയായിരുന്നു എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ പിന്നെ ഒരു ദൂതായിപ്പഴത്തിന്റെ കഥയൊക്കെ കാണുന്നില്ലേ? അത് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ചിന്തയാണ്. ദൂതായിപ്പഴം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ. ചുരുക്കത്തില് അങ്ങനെ കാലഘട്ടം മുമ്പോട്ട് പോകും. ഈ മുമ്പോട്ട് പോയിട്ട് ഏശാവ് തിരിച്ചു വരികയാണ്. ആ ലാബാന്റെ വീട്ടിൽ തിരിച്ചു വരും. യാക്കോബ് തിരിച്ചു വരിക. ആരൊക്കെ ഉണ്ട്? ദാസിദാസന്മാരും ഉണ്ട്, ഭാര്യമാരും എല്ലാവരും വന്നിട്ട് എവിടെ താമസിക്കും? യാബോക്കിന്റെ കടൽ തീരത്തേക്ക്. എല്ലാവരും എവിടെ കടത്തി വിട്ടു? ഒത്തിരി ഉണ്ടെങ്കിൽ ഞാൻ വിട്ടു. എല്ലാവരും എവിടെ കടത്തി? അക്കരെ കടത്തിയിട്ട് 33-ാം അധ്യായത്തിലാണ് ഈ യാക്കോബ് എവിടെ ഇരുന്നു? ഇക്കരെ. ഇവ ഭയങ്കര കള്ളനാണ്. മുമ്പില് എല്ലാവരും നിർത്തിയാണെന്നറിയോ? 33-ാം അധ്യായം നിർത്തിയിട്ടുണ്ട്. ദാസിദാസന്മാരെ മുമ്പിൽ നിർത്തി, അവരുടെ മക്കളെ കൂടെ നിർത്തി. അതിന്റെ പുറകിൽ ലേയെയും പിള്ളേരെ കൂടെ നിർത്തി. ഏറ്റവും ഒടുവിലായിട്ട് ആരെ നിർത്തി? റാഹേലിനെ പിള്ളേരെ. അതെന്തിനായിരിക്കും? യേശാവ് എന്തിനാ വരുന്നത്? ഇവരുടെ ചിന്ത യേശാവ് എന്ത് ചെയ്യുന്ന? കൊല്ലുക. അപ്പൊ കൊല്ലുവാണെങ്കിൽ ആദ്യം ആരെ കൊന്നോട്ടെ? ദാസിദാസന്മാർ. അപ്പൊ ഞാൻ ലേയെ കൊണ്ട് ഓടും. ഇനി ലേയെ കൊന്നാലും പോട്ടെ, അവിടെ കണ്ണിന് ശോഭയില്ല. അമ്മ ഞാൻ ആരെ കൊണ്ട് ഓടും? റാഹേലിനെ കൊണ്ട് ഓടും. അങ്ങനെ കണക്കൂട്ടും. ഇനി എല്ലാം ചത്താലും ഞാൻ തന്നെ എന്ത് ചെയ്യും? ഓടും. നീ പോയി വരാൻ മണ്ണ് കിട്ടും. ഇതിനാണ് ആരെ പരിപാടി? യാക്കോബിന്റെ. അങ്ങനെ അവൻ ഇപ്പുറത്ത് നിൽക്കുന്ന ആ രാത്രിയിലാണ് ആര് വന്നത്? ദൈവം. ആരോട് മല്ല് പിടിച്ചു? യാക്കോബിനോട് മല്ല് പിടിച്ചു. പ്രിയമുള്ളവരെ, യാക്കോബിനോട് മല്ല് പിടിച്ചപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവം യാക്കോബ് ദൈവത്തോട് മല്ല് പിടിച്ച് എന്ത് ചെയ്തു? ജയിച്ചു. അല്ല, ദൈവമാണ് ജയിച്ചത്. യാക്കോബിന്റെ ഒരു ഹുങ്കുണ്ടായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓടും. യേശാവിന്റെ അടുത്ത് എന്ത് ചെയ്തു? ഓടി. ലാബാന്റെ അടുത്ത് എന്ത് ചെയ്തു? ഇനിയിപ്പോ യേശാവിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പോവാ? ഓടാൻ പോവാ. അവന് മിടുക്കുണ്ട്. എന്തോ ചെയ്യും? ഓടും. അവസാനം കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്യും? ഓടും. അന്ന് രാത്രി ദൈവം ഒറ്റ പിടി അവന്റെ എവിടെ തുടയ്ക്കും. ഇനി അവന് പിടി കിട്ടി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓടാൻ പോയി. അന്ന് ഒട്ടും കയ്യിലൊരു സാധനം എന്താ? വടി. എബ്രാഹിം മരണം നോക്കിയാൽ അത് കാണും. അവൻ എന്നെ അറ്റത്ത് ചായി വടിയുടെ. അവൻ പറയാ, കർത്താവേ നീ എന്നെ തകർത്തു, എനിക്ക് എന്തോ ചെയ്യാൻ വയ്യ, ഓടാൻ വയ്യാന്ന് മനസ്സിലായപ്പോ അവൻ എന്താ അറിയാമോ? ഏറ്റവും മുന്നിൽ ചെന്ന് ആരെ നമസ്കരിച്ചു? യേശാവിനെ. കാരണം ഈ ദൈവത്തെ കണ്ടവര് ചാകാനുള്ള പേടി. അവൻ ഓടിച്ചെന്ന് എവിടെ ചെല്ലും? അന്ന് തൊട്ട് അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്? വടിയുണ്ട്. ഈ വടി ടോട്ടൽ ഇത് മാറി. പക്ഷെ 15-ാം അധ്യായത്തില് ഈ ചരിത്രം എങ്ങനെയാ വച്ചേക്കുന്നത്? 21-ാം വാക്യം. പേരന്റിംഗ് എന്നുള്ളൊരു വിഷയം എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ഇന്നത്തെ സഹായത്തിന് ബിബ്ലിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കൊണ്ടുപോകും.
വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വടിയുടെ അറ്റത്ത് അവൻ ചാരി, എന്നിട്ട് ആരെ നമസ്കരിച്ചു? അനുഗ്രഹിച്ചു. വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ആരുടെ മക്കളെ അനുഗ്രഹിച്ചു? യോസഫിന്റെ. അപ്പൊ യോസഫിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ യാക്കോബിന്റെ 12 മക്കളിലെ ഇളയ മക്കളാണ് ആര്? യോസഫ്. യോസഫിനെ വീണ്ടും സഹോദരന്മാർ എന്ത് ചെയ്തു? ദേഷിച്ചു, അല്ലെ? എവിടെ കൊണ്ടിട്ടു? ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ നൊമ്പരപ്പെട്ടിട്ടുള്ളതും ഒറ്റപ്പെട്ടിട്ടുള്ളതും എവിടെ വെച്ചാ? വീട്ടിലാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ കരഞ്ഞിട്ടുള്ളത് എവിടെ? എവിടാ? ഏറ്റവും കൂടുതൽ മനുഷ്യൻ ദുഃഖിച്ചിട്ടുള്ളത് എവിടെ? അങ്ങനത്തെ കൊച്ചമ്മയാണോ? വീട്ടിലാണോ? വീട്ടിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണീര് വീണത് എവിടെ? വീട്ടിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം നൽകുന്നത് എവിടെ? വീടാണ്. മനുഷ്യൻ കരയുന്നത് എവിടെ? വീട്ടിലാണ്. അപ്പൊ ഈ യോസഫിനെ സഹോദരന്മാർ ദേഷിച്ചിട്ട് അവരെ പുത്തിപ്പേറിന് വിറ്റു. അവസാനം പറവന്റെ കൊട്ടാരത്തിൽ വന്നു. പക്ഷെ അവിടെ ദൈവം അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോ അവന് 2 മക്കളുണ്ടായി. ആരൊക്കെ? ആദ്യം ഉണ്ടായത് എബ്രഹീം അല്ല, ആദ്യം ഉണ്ടായത് മനശ്ശെയാണ്. ആരാണ്? മനശ്ശെ. എന്തുകൊണ്ടാണ് യോസഫിന്റെ പേരാണ് വന്നത്? മനശ്ശെക്ക് അവൻ പേരിട്ടു. എന്റെ പൂർവ്വകാലം എന്റെ ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അവൻ ആ കുഞ്ഞിന് എന്തോ പേരിട്ടു? മനശ്ശെ. എല്ലാവരും പറഞ്ഞ് എന്ത് പേരിട്ടു? മനശ്ശെ. എന്താ പേര്? എന്നെ എന്താക്കി? മറക്കുമാറാക്കി. യഹോവ എന്നെ മറക്കും. ശ്രദ്ധിക്കണേ, യഹോവ എന്നെ മറക്കുമാറാക്കി. അടുത്തൊരു കുഞ്ഞിന്റെ പേരെന്നാ? എബ്രഹീം. എന്താണ് അർത്ഥം? സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. എന്താ പറഞ്ഞു? വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് എന്തെന്ന് പേരിട്ടു? എബ്രഹീം. അപ്പം വർദ്ധന ഉണ്ടാകണമെങ്കിൽ എന്തോ ഉണ്ടാകണം? മറക്കണം. മറക്കാത്ത ഒരുവനെ ദൈവം വർദ്ധിപ്പിക്കത്തില്ല. നിന്നോട് ചെയ്ത ദ്രോഹം, ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന സകല ദ്രോഹവും സഹോദരന്മാർ ആരോട് ചെയ്തു? യോസഫിനോട് ചെയ്തു. എന്നാൽ യോസഫ് എന്ത് ചെയ്തു? മറന്ന യോസഫിനെ ദൈവം വർദ്ധിപ്പിച്ചു. പകല് മനസ്സിലാക്കണം, നീ ചിലത് മറക്കാൻ ദൈവത്താൽ കഴിയുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വർദ്ധനവ് കൊടുക്കുന്നത്. സ്തോത്രം ചെയ്താ മനസ്സിലാകുന്നുണ്ടല്ലോ. ഇന്ന് മുറിവുകൾ പേര് നടക്കുന്നവരെ നിങ്ങൾ മനസ്സിനകത്ത് ഒത്തിരി വൂൺസ് ഉണ്ട്. അത് വീടുകളിൽ നിന്നുണ്ടായ വൂൺസുകളാണ്. ആ വൈരാഗ്യം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തെ വർദ്ധനവിന് തടസ്സമാണ്. ഇന്ന് രാത്രി എത്ര പേര് ദൈവത്തോട് പറയും, കർത്താവേ എനിക്കൊരു വർദ്ധനവിന് വേണ്ടി എന്റെ ഹൃദയത്തിനകത്ത് പേര് നടക്കുന്ന മുറിവുകളെ ദൈവമേ എന്നെ മറക്കുമാറാക്കണമേ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തോട് ആത്മാവേ, അരുവിയായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എന്റെ ജീവിതത്തിലേക്ക് വന്ന് എന്റെ മനസ്സിലേക്ക് വന്ന് എന്റെ മുറിച്ചിനെ എല്ലാം ഒന്ന് കഴിക്കണമേ. മറന്നവൻ എന്തുകൊണ്ടായി? ഒന്നുകൂടെ പറഞ്ഞേ, മറന്നവൻ എന്തുകൊണ്ടായി? പക്ഷേ അത് ഞാൻ മറക്കത്തില്ല. വെച്ചോ, എന്തോ ഇല്ല, എബ്രഹീം ഇല്ല. എബ്രഹീം ഉണ്ടാകണമെങ്കിൽ എന്തോ ഉണ്ടാകണം? മനശ്ശെ ഉണ്ടാകണം. എബ്രഹീം ഉണ്ടാകണേ എന്തോ ഉണ്ടാകണം? മനശ്ശെ. യഹോവ എന്നെ എന്താക്കി? മറക്കുമാറാക്കി. അപ്പൊ എബ്രഹീം മനശ്ശെയും വന്നു. ഈ എബ്രഹീം മനശ്ശെയും വന്നപ്പോൾ യാക്കോബ് മരിക്കാം. അത് നമ്മൾ വായിക്കുന്നത് 48-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ്. 48-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഈ അനുഗ്രഹിക്കുന്നുള്ള പദം അത് നമ്മൾ കാണുന്നത് 48-ാം അധ്യായത്തിലാണ്. അവിടെ ഈ യാക്കോബ് എന്ന് പറയുമ്പോൾ ഈ യോസഫിന്റെ അപ്പനാണ്. അപ്പൊ അനുഗ്രഹിക്കാൻ ആരെ അനുഗ്രഹിച്ചത്? യോസഫിന്റെ മക്കൾ. അവരുടെ പേരെന്താണ്? എബ്രഹീം, മനശ്ശെ. അപ്പൊ ഈ യാക്കോബിന്റെ മുമ്പിൽ യോസഫ് ആരെ കൊണ്ട് നിർത്തി? യോസഫ് ഒരു വലിയ മനുഷ്യനാണ്. വല്യപ്പൻ അനുഗ്രഹം ആർക്ക് വേണം? കൊച്ചുമക്കൾക്ക് വേണം. കൊച്ചുമക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടി അപ്പച്ചൻ മരിക്കാൻ നേരത്ത് ആരെ കൊണ്ടുവന്നു? മക്കളെ കൊണ്ടുവന്നു, അല്ലേ? മക്കളെ എന്നിട്ട് അവരുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് ആ വായിച്ചാണ് 48-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. പിന്നെ യോസഫ് എഫ്രൈമിനെ വലങ്കൈ കൊണ്ട് പിടിച്ചു ഇസ്രായേലിന്റെ ഇടംകൈക്ക് നേരെയും മനശ്ശെയെ ഇടംകൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലങ്കൈക്ക് നേരെയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവന്റെ അടുക്കൽ. ഈ യാക്കോബ് മരിക്കാൻ പോവാണ്. ആരെ അനുഗ്രഹിക്കാൻ കൊണ്ടത്? മക്കളെ. ആരെ മക്കളെ? ആരുടെ മക്കളെ? മക്കളെ അന്ന് പറയുമ്പോ ആരാ? കൊച്ചുമക്കളെ. അപ്പം ഇവര് കൊണ്ട് നിർത്തി. ആര് നിർത്തുന്ന? ആരാ? യോസഫ്. എങ്ങനെയാ നിർത്തിയത്? എങ്ങനെയാ നിർത്തിയത്? ഇവനാരാണ്? മറക്കരുത്, എബ്രഹീം ഉണ്ടാകണേ ആരുണ്ടാകണം? അപ്പൊ എബ്രഹീം ഇല്ലാത്ത എന്തുകൊണ്ടാ? നമുക്ക് പലതിന്റെ തടസ്സം. അപ്പൊ എന്താ? ഇന്നും മരിക്കാത്ത ഓർമ്മകൾ പേര് നടക്കുകയാണ്.
പേരിക്കും പേര് നടന്നു എന്തോ ഇല്ല, വർധനമില്ല. യഹോവ എന്നെ എന്താക്കി? അപ്പൊ ഇവരെ കൊണ്ട് നിർത്തി. എന്റെ ഭാവനയാണ്. അപ്പൊ മനശ്ശയുടെ കൈ, അപ്പൊ യോസഫ് വളരെ ഗൗരവമായിട്ട് നിർത്തുന്നത്. മനശ്ശെ എവിടെ കൊണ്ട് നിർത്തി? മനശ്ശെ യോസഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ആദ്യം 13-ാം വാക്യം. പിന്നെ യോസഫ് എഫ്രൈമിനെ വലം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്ക് നേരെയും. യോസഫ് എഫ്രൈമിനെ എവിടെ നിർത്തി? ആരെ? അവിടെ നമ്മൾ താഴ്ന്നു വായിക്കുമ്പോൾ പുതിയ പുസ്തകം 48-ാം അധ്യായത്തിൽ വരുമ്പോഴാണ്. ഒറ്റ മിനിറ്റ്. പിന്നെ യോസഫ് എഫ്രൈമിനെ വലം കൈയിൽ പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്ക് നേരെയും. മനശ്ശയെ ഇടം കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലം കൈക്ക് നേരെയും. ഇസ്രായേൽ മനശ്ശെ എപ്പോ എവിടെ നിർത്തി? വലം കൈ. ആരാ ആദ്യജാതൻ? മനശ്ശെ. ഇപ്പൊ എവിടെ നിർത്തി? ഇടം കൈക്ക്. അപ്പൊ ഇതെന്താ ചോദിച്ചാൽ മൂത്ത പുത്രന്റെവനാണ് എന്താ വരുന്നത്? ഡബിൾ പോർഷൻ എന്താ വരുന്നത്? അപ്പൊ ഓടുകളാണെങ്കിൽ ആർക്ക് വേണം അനുഗ്രഹം കിട്ടാൻ? മനശ്ശയ്ക്ക്. ഈ മനശ്ശയ്ക്ക് കിട്ടേണ്ടത് അതിനാണ് എവിടെ നിർത്തിയത്? എബ്രാഹിം എവിടെ നിർത്തി? ഇടത്ത്. അപ്പൊ യോസഫ് പക്ഷെ എങ്ങനെ, യാക്കോബ് എങ്ങനെ അനുഗ്രഹിച്ചത്? കൈകൾ എന്ത് ചെയ്തു? പിണച്ചു വെച്ചു. കൈകൾ എന്ത് ചെയ്തു? പിണച്ചു വെച്ചു. അപ്പൊ ഇത് ക്രമം തെറ്റിയ അനുഗ്രഹമാണ്. ശരിക്കും പറഞ്ഞ അനുഗ്രഹം വരികയാണെങ്കിൽ യഹൂദന്മാർക്ക് വരാൻ ഒക്കത്തും. പക്ഷെ കാൽവരിയിൽ ഇത് പിണച്ചു വെച്ചത് കൊണ്ടാണ് ജാതികളായ നമ്മുടെ മേൽ ഈ അനുഗ്രഹം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശു ജാതികൾക്ക് വന്നത് ഓർഡർ തെറ്റിച്ച് വന്നൊരു അനുഗ്രഹമാണ്. അത് ക്രമം തെറ്റിയ ഒരു അനുഗ്രഹമാണ്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ ക്രമം തെറ്റിയ അനുഗ്രഹത്തിനകത്ത് ക്രമത്തിലാണ് പോകുന്നതെങ്കിൽ ഞാനും നീ ഇന്ന് UK വരത്തില്ല, ഞാനും നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. എന്നിലും ശക്തർ എന്നിലും ഭക്തർ ഒക്കെ നിൽക്കുമ്പോൾ ക്രമം തെറ്റിയ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ ദൈവം വീഴ്ത്തി. ഇത് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പോക്കൽ പിടിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് ദൈവം ഞങ്ങളെ കൃപയിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ ഓരോരുത്തർക്കും പറയാനുണ്ട്. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ആരെ എടുത്തു? മോശത്തന്മാരെ. അപ്പൊ കൈകളെ എന്ത് ചെയ്തു? പിണച്ചു വെച്ചു. അപ്പൊ ഈ കൈകളെ പിണച്ചു വെച്ചത് എന്തിനായിരുന്നു? ഓർഡർ തെറ്റിച്ചാണ്. പക്ഷെ ഞാനത് ചിന്തിച്ചപ്പോ എനിക്കൊരു ആശയപ്പെടുത്തോ, നമ്മൾ ഈ കൈ ഒന്ന് പിണച്ചു വെച്ചു. കൈ ഒന്ന് പിണച്ചു. ഈ കൈ ഇങ്ങനെ ഒരു കൈക്ക് കുറുകെ വേറൊരു, ഒരു കൈക്ക് കുറുകെ വേറൊരു കൈ വരുമ്പോ അത് എന്തിനു കാണിക്കുക? ഒരു കൈക്ക് നേരെ വേറൊരു കൈ പിണച്ചു വെച്ചാൽ എന്ത് പറയുന്നത്? ചുമ്മാ ചിന്തിച്ച് ഇതെന്തിനാ വേദസംഖ്യ എഴുതി വെച്ചേക്കുന്നത്? എന്തിന്റെ ഒരു ചിഹ്നമായി? ചുമ്മാ വെച്ച് നോക്കി. ക്രൂശിന്റെ ചിഹ്നം. ഇനി ക്രൂശിനൊരു പ്രത്യേകതയുണ്ട്. പല പേരുന്നു. ക്രൂശിനൊരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് രീതി ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഈ ക്രോസ് ആയിട്ടുള്ള തടി മാത്രമേ കൈ പുറത്ത് വെച്ച് കൊടുക്കത്തുള്ളൂ പറയും. നെടുകയുള്ള ഈ ഇതുണ്ടല്ലോ, നെടുകയുള്ള തണ്ട് ചില സമയത്തൊക്കെ ഇവർ കൊണ്ട് കുഴിച്ചിടും. അന്ന് കുറുകയുള്ള തണ്ടിലാണ് കെട്ടിക്കൊണ്ട് കൊണ്ട് വെക്കുന്നത്. ഈ നെടുകയുള്ള തണ്ട് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നു. കുറുകയുള്ള തണ്ട്, ഈ കുറുകയുള്ള ചിഹ്നം എന്ത് കാണിക്കുന്നു? അത് പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണ്. ഈ മൈനസിനെ കൊണ്ട് ഇങ്ങോട്ട് അടിക്കുമ്പോൾ അതെന്തായി? പ്ലസ്. എന്റെ നിന്റെ എല്ലാ മൈനസും പ്ലസ് ആകുന്ന എവിടെ? ക്രൂശിലാണ്. കർത്താവിന്റെ സ്വന്തം ചെയ്ത അല്ലേ? എല്ലാ മൈനസും ക്രൂശിൽ എന്തായി? പ്ലസ് ആകുക. അപ്പൊ ഈ ഒരു ക്രൂശിന്റെ ദർശനം ആർക്ക് കിട്ടി? യാക്കോബിന് കിട്ടിക്കാണും. അപ്പച്ചനെ മരണകാലത്തേക്ക് പൈസയുടെ പറയാൻ നടന്ന അപ്പച്ചന് യാബോക്കിന്റെ കടൽ തീരത്ത് വിട്ട ഒരു ദർശനം കിട്ടി. ഇതൊന്നും അല്ല മക്കളെ നിലനിൽക്കുന്നത്, ക്രൂശാണ്. കൊച്ചുമക്കൾക്ക് കൊടുത്തിട്ട് പോയി. എന്താ? ക്രൂശ്. ചേർന്ന് പറഞ്ഞ എന്താ? ആര്? വല്യപ്പച്ചൻ കൊച്ചുമക്കൾക്ക് കൊടുത്തിട്ട് പോയത് വിൽപത്രമല്ല, പിന്നെ എന്താ? ക്രൂശ്. കുഞ്ഞെ, ഇവിടെ നമുക്കൊരു പുറപ്പാടുണ്ട്. മിസ്രൈമിൽ കുടുങ്ങി പോകരുത്. എന്റെ ഇവിടെ നമുക്കൊരു പുറപ്പാടുണ്ട്. അത് കാൽവരിയിലേക്ക് വരുന്ന ഒരു പുറപ്പാടാണ്. ഈ ദർശനം അപ്പച്ചൻ ആർക്ക് കൊടുത്തു? കൊച്ചുമക്കൾ കൊടുത്തു. മനസ്സിലാകുന്നത്? അപ്പച്ചൻ കൊച്ചുമക്കൾക്ക് ഒരു ദർശനം പങ്കുവെച്ചു. എന്തിന്റെ ദർശനം? ക്രൂശിന്റെ ദർശനം. കരങ്ങളെ തട്ടി കർത്താവിനെ സ്വന്തം ചെയ്താൽ നമ്മക്ക് കൊടുക്കാനൊന്നും ഉണ്ടാകണം. എന്താ? എന്താ? ക്രൂശ്. ക്രൂശ് ആർക്ക് കൊടുത്തു? മക്കളുടെ മക്കൾക്ക് കൊടുത്തു. എന്ത് കൊടുത്തു? ക്രൂശ് കൊടുത്തു. ഇതെനിക്ക് ഈ ഭാഗം ചിന്തിച്ചപ്പോ ദൈവം ഓർപ്പിച്ച ഒരു സംഭവമാണ്.
എന്റെ അപ്പച്ചൻ വയസ്സാകാലത്ത് രക്ഷിക്കപ്പെട്ടു. അപ്പച്ചൻ ഒരു വാശിക്കാരനായ മനുഷ്യൻ. അത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിലും വാശി. സുവിശേഷമൊക്കെ പറയാൻ പോയാൽ അങ്ങ് വാശി പിടിച്ചൊക്കെ പറയും. നമ്മുടെ ഏതാ ഈ പണ്ട് കശാപ്പുകാരൻ പിന്നെ അവിടെ അത് കേട്ടിട്ടില്ലേ? കശാപ്പുകാരൻ കുച്ചന്റെ കടയിൽ ഒരു ഇറച്ചി മേടിക്കാൻ പോകും, ഒരു പെൺകൊച്ചി. അപ്പൊ അവ ഇങ്ങനെ ചോദിച്ചു, നീ രക്ഷിക്കപ്പെട്ടതാണോ? രക്ഷിക്കപ്പെട്ടതാണോ? എന്തൊരു ആയിക്കോട്ടെ, നീ എന്ത് ചെയ്യണം? ഭയങ്കര ചോദ്യം. കയ്യിലെന്തോ ഇരിക്കുന്നു, പെട്ടു പേടിച്ചു പോയി. അപ്പൊ അപ്പച്ചനൊക്കെ ഇങ്ങനെ സുവിശേഷം പറയാം. അപ്പൊ അപ്പച്ചനൊരു വീട്ടിൽ സുവിശേഷം പറയാൻ ചെന്നപ്പോഴേ ആ വീട്ടുകാരെ ഇറക്കി വിട്ടു. അപ്പൊ അപ്പച്ചന് ഒരു ഉണ്ണി അപ്പച്ചനോ ഇവർ രണ്ടും കൂടെ ഇറക്കി വിട്ടപ്പോ അപ്പച്ചൻ എന്താ ചെയ്യുന്ന അറിയാമോ? എനിക്ക് 10 വയസ്സുള്ള അപ്പച്ചൻ മരിച്ചു പോയി. അപ്പച്ചൻ ഇറങ്ങിയിട്ട് ഈ കാലിലെ പൊടി അവന്റെ പടിക്ക് തട്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്നിട്ട് പൊടി തട്ടി. അങ്ങനെ ബാക്കിയുണ്ട്, നിങ്ങളെ ഇറക്കി വിട്ട് എന്തോ തട്ടിയിട്ടാണ് പൊടി തട്ടി. അപ്പൊ ഞാൻ പൊടി തട്ടി. അപ്പൊ അപ്പച്ചൻ വീട്ടിൽ വന്ന് പറഞ്ഞു, ഇന്ന വീട്ടിൽ നാളെ വീട്ടിൽ എടാ ഞങ്ങളെ ഇറക്കി വിട്ടാ മക്കളെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്തോ തട്ടിയിട്ടാ പൊടി പശു എന്തോ ഇട്ടു പൊടി. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് അപ്പച്ചൻ പറയുന്നത് പൊടി പൊടി എടോ പൊടി പൊടി. പിന്നെ ഞാൻ പലപ്പോഴും പപ്പായും ഞാനും കൂടെ അതുവഴി പോകും. പപ്പ പറയണം, മോനെ ഈ വീടിന്റെ അവിടെ എന്തോ ഇറപ്പുണ്ട്, പൊടി. ആറ് പൊടി, അപ്പച്ചന്റെ പൊടി. അപ്പച്ചൻ 83 മരിച്ചു 30 വർഷം മുമ്പ്. ഈ 30 വർഷം കഴിഞ്ഞ അത്ഭുതമുണ്ട്. അപ്പച്ചന് എന്താ കിടപ്പുണ്ട്? എനിക്ക് അറിവുണ്ട്, കാരണം ആര് പറഞ്ഞതാ? അപ്പച്ചൻ പറഞ്ഞു. ഞാൻ മാവേലിക്കരോട് പ്രസംഗിക്കാം. അപ്പൊ അവിടെ അപ്പച്ചൻ വന്നിട്ടുണ്ട്, എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ വർത്താനൊക്കെ പറയും. ഒരു ദിവസം ഈ അപ്പച്ചൻ ഞാനോടൊപ്പം എന്റെ നമ്പറൊക്കെ ആണ്. ഒരു ദിവസം എന്നെ വിളിച്ചു. അവര് ഈ പിന്നെ ഈ പഴയ വിദേശ മലയാളികളാണ്. ഈ മനുഷ്യൻ ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ ഈ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇന്നാരെ അറിയാമോ? ഞാൻ പറഞ്ഞു അറിയാം. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം. ആ വീട്ടുപേരെ കേട്ടപ്പോഴേ അറിയാം, അപ്പച്ചനെ പേര് അറിഞ്ഞപ്പോഴേ അറിയാം. പടി പടി എവിടത്തെ പടി? ആറ് പടിയാ. അപ്പച്ചന്റെ പടി കിടപ്പുണ്ട്. നിങ്ങൾക്ക് കേൾക്കണ രസം. ഈ അപ്പച്ചന് ഇപ്പൊ 10-85 വയസ്സാണ്. ഈ റാന്നിലെ അപ്പച്ചനൊരു പ്രശ്നം, സ്കിസോഫ്രീനിയ പോലെ അസുഖം. അപ്പൊ അപ്പച്ചൻ നോക്കുമ്പോ അപ്പച്ചന്റെ പെരയ്ക്കകത്ത് നിറച്ച് കറുത്ത കുറെ മനുഷ്യരിങ്ങനെ വന്ന് നിൽക്കണം, കുറെ ഈ താമക്കാർ പിള്ളേർ. അന്ന് അപ്പച്ചൻ ഇരിക്കുന്നിടത്തല്ല ഇവര് വന്നിരിക്കും. അപ്പച്ചൻ ഉണ്ണുന്നിടത്ത് അവർ വരും. അപ്പൊ അപ്പച്ചൻ ഉള്ളിൽ ഒട്ടി അവർക്കൂടെ വായി കൊടുക്കും. അപ്പച്ചൻ പറഞ്ഞ എല്ലാം എനിക്ക് കിടക്കാൻ തന്നെ അവിടെ പിള്ളേരാണ്. എന്നിട്ട് പറഞ്ഞു, they are just vanishing through the walls, man. What can I do? When I go to the bed, ഭയങ്കര ഇംഗ്ലീഷ് ഭയങ്കര പഴയ പുള്ളിയാണ്. There are people lying with me and I am playing always with them. അതെല്ലാം സഹിക്കാൻ പറയാം. കുളിക്കാൻ ചെന്ന അവന്മാർ അവിടെ. അപ്പൊ ഞാൻ പറയും പോ എന്ന് പറയുമ്പോൾ I am using all the weapons which I can. Finally I am start to use the name of Jesus. Then I say, when I say in the name of Jesus, I am seeing that they are disappearing through the mirrors. നോക്കണമേ. അപ്പൊ അപ്പച്ചന്റെ അടുക്കൽ എല്ലാവരും എന്താ? പിള്ളേർ. അപ്പൊ അപ്പച്ചൻ അന്ന് നിവർത്തിയില്ല, മരുന്നൊക്കെ കഴിച്ച് മാറുന്നില്ല. എന്നെ വിളിച്ചു ചോദിച്ചു വല്ല ഉപദേശം. അപ്പൊ ഈ അപ്പച്ചന്റെ കൂട്ടുകാരനാണ്, പുള്ളി വിശ്വാസിയാണെന്നറിയാം. വല്ല ഉപദേശമാരെ അറിയാമെന്ന് ചോദിച്ചു. അപ്പൊ മോനെ റാന്നിയിലല്ലേ, മോനൊന്ന് പോകാൻ ചോദിച്ചു. ആരോട്? എന്താണ്? ഞാനാരാ മോൻ? ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ ആ മോനെ അങ്ങനെ വിളിച്ചു പറഞ്ഞു, റാന്നിയിൽ എനിക്കൊരു പാസ്റ്റർ അറിയാം, പ്രിൻസ് പാസ്റ്ററാണ്. പുള്ളി അങ്ങനൊന്നും കിട്ടത്തില്ല. പുള്ളി ഇന്ന് UK-ലാണ്, നാളെ അമേരിക്കയിലാണ്. ഭയങ്കര തിരക്കുള്ള ആളാണ്. പുള്ളിയെ വളരെ പൊളൈറ്റായിട്ട് എന്ത് ചെയ്യണം, വിളിക്കണം. ഈ അപ്പച്ചൻ എന്നെ വിളിച്ചു, പ്രിൻസ് പാസ്റ്ററാണോ? ആണ്. ഇന്നാല് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ നോക്കട്ടെ, വളരെ തിരക്കാണ്, ചുമ്മാ വളരെ തിരക്കാണ്, ഞാനൊന്ന് നോക്കട്ടെ. മോനെ വണ്ടി വിടുന്നു? വേണ്ട, ഞാൻ വരാം. ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ ജെയിംസ് വർഷം രാത്രി അവിടെ ചെന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടെ സ്റ്റെപ്പെ കുത്തിയിരുന്നു. അതുപോലെ കർത്താവേ, എന്റെ അപ്പച്ചന്റെ പൊടി ഇറക്കി വിട്ടിട്ടുണ്ട്. 3 തലമുറ കഴിഞ്ഞപ്പോ 30 വർഷത്തിന് ശേഷം ഈ മനുഷ്യൻ എന്തോ ചെയ്തു? തിരിച്ചു വിളിച്ചു. ഈ അറിവ് എനിക്ക് കിട്ടിയ എവിടുന്നാ? അപ്പച്ചൻ തന്നിട്ട് പോയ അറിവാ. മോനെ അപ്പച്ചന്റെ എന്തോ കിടപ്പുണ്ട് ഇവിടെ, പൊടി കിടപ്പുണ്ട്. പൊടി നിസാര കാര്യമാ. ഭക്തന്മാര് വട്ടന്മാരാ, പക്ഷെ ദൈവം നീതിമാനാ. അപ്പൊ ഞങ്ങൾ എന്നോട് പറഞ്ഞു, കർത്താവേ, അപ്പച്ചന് വേണ്ടി ഞങ്ങൾ ഈ മനുഷ്യനോട് ക്ഷമിച്ചിരിക്കും. ഇനി അകത്തി ഇവിടെ നിർത്തരുത്. ഞാൻ അവിടെ പോയി വളരെ ഞങ്ങളെ കൊച്ചു പിള്ളേരെയൊക്കെ സ്വീകരിക്കുന്ന എന്നോയിട്ടായിട്ട് പാസ്റ്റർ നന്നായിട്ട് ഇരുന്ന ഇങ്ങനെ ഒരു പ്രശ്നമാണ് പാസ്റ്റർ. അപ്പടി വയ്യ. Now also I can see there people standing. ഞാൻ പറഞ്ഞു, അപ്പച്ച പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പച്ച ദൈവദാസന്മാരെ വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇറക്കി വിട്ടിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ എനിക്കറിയാമല്ലോ. എനിക്കറിയാം, എന്റെ അപ്പനെ ഇറക്കി വിട്ടാ. ഞാൻ
പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞാട്ട് എന്താ പറഞ്ഞു ചെയ്യാം, എന്താ പറയേണ്ടത്? കർത്താവ് എൻ്റെ വീട്ടിൽ വന്ന ദൈവദാസനെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ സുവിശേഷം സ്വീകരിക്കാൻ അവരെ ധാരണമായി ഇറക്കി വിട്ടു. ആ പാപം ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. അപ്പൊ ഞാൻ ഏറ്റു പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഇന്ന് വരെ അവിടെ ആ പ്രശ്നമില്ല. ഈ അറിവിരിക്കുന്ന ഒന്ന് ആരാ? അപ്പച്ചനാ. പ്രിയമുള്ളവരെ, അപ്പച്ച, അപ്പ. കൊച്ചുമക്കൾക്ക് മക്കൾക്ക് കൊടുക്കാൻ ഒന്നുണ്ട്. എന്താ? ക്രൂശിന്റെ വചനം കൈമാറാൻ ദൈവം നമ്മളെ. യാക്കോബ് മരണകാലത്തിന്റെ തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് കൈകളെ പിണച്ചു വെച്ച് കൊടുത്തിട്ട് പോയി. ക്രമം തെറ്റി വരുന്ന ഒരു അനുഗ്രഹം. ഹല്ലേലൂയ. അത് ക്രൂശിലൂടെ വരുന്ന ഒരു അനുഗ്രഹമാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശി ജാതികളായി നമുക്ക് വരേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ശാപമായി മാറി. ഇന്ന് മകൻ എത്ര പേര് തയ്യാറാകുന്നുണ്ട്? കൈമാറുന്ന ഒരു ദർശനമുണ്ട്. അത് സമ്പത്തിന്റെ ദർശനമല്ല, അത് പൗണ്ടിന്റെ ദർശനമല്ല, എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിരിക്കണമെന്നുള്ള ദർശനമല്ല. ക്രൂശിന്റെ ദർശനം കൈമാറാൻ എന്നോടൊപ്പം ചേർന്ന് എത്ര പേരുണ്ട്? നമ്മളൊക്കെ തലമുറ കൈമാറി കൊടുക്കാൻ ഒന്നുണ്ട്. ക്രൂശ് ക്രൂശ് ക്രൂശ്. കർത്താവേ, എനിക്ക് ആ ദർശനം തരണമേ. എന്റെ തലമുറയ്ക്ക് കൈമാറാൻ അന്യം നിന്ന് പോകുന്ന ഒരു ദർശനമാണത്. അത് കൈമാറാൻ ഒരു തലമുറയ്ക്ക് കഴിയാതെ പോയതുകൊണ്ട് യുകെയുടെ മണ്ണിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി ഓൾമോസ്റ്റ് മാലിശായിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകളുടെ ആളില്ലാതെ പോകുന്നത് എന്തേ? ഭൗതികതയുടെ അതിപ്രസരത്തിൽ കൈമാറ്റം ചെയ്യേണ്ട ഒന്ന് കൈമാറ്റം ചെയ്യാൻ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് പറയുന്നത് എത്ര പേര്